Hello. Hello. Time waste ചെയ്യണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സോ ഇന്ന് നമുക്ക് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നാളെ ഫിസിക്സ് എക്സാം ആണ് അല്ലേ? നാളെ ഫിസിക്സ് എക്സാമിന് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് എക്സാമിനൊക്കെ പഠിച്ചിട്ട് എക്സാമിന് ഇരിക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, സോ ഫിസിക്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു 10-20 ക്വസ്റ്റ്യനുള്ള ഒരു ഫിസിക്സ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് question എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി ഓഡ് വൺ. ഫൈൻഡ് ദി ഓഡ് വൺ. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? നമ്മുടെ താഴെ കാണുന്ന ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള 4 എണ്ണത്തിലുള്ള ഓഡ് ഏതാണ് ഈ കൂട്ടത്തിൽ ഓഡ് വൺ എന്നുള്ളത് എന്ത് ചെയ്യുക? ഫൈൻഡ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് നോക്കുക? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാ? വി എസ് ഗ്രേറ്റർ ദാൻ വി പി, IS is less than IP, IS is greater than IP, NS by NP is greater than 1 അല്ലേ? അപ്പോഴോ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ആണ് അല്ലേ? ട്രാൻസ്ഫോമേഴ്സിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? നമുക്ക് 2 കൈൻഡ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. രണ്ടാമത്തേത് ഏതാ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് രണ്ടാമത്തെ ട്രാൻസ്ഫോമർ. അപ്പോൾ നമുക്ക് 2 ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താ ഇവരുടെ പ്രത്യേകത? നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്താ? വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ ഔട്ട്പുട്ട് തരുന്ന സമയത്ത് കൂട്ടുന്ന ആളാണ് ആര്? നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ടിലെത്തുന്ന സമയത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ ഹൂ ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ കണ്ടീഷൻ എന്താ? നമുക്ക് 2 കോയിൽസ് ഉണ്ടാവും അല്ലേ? പ്രൈമറി കോയിൽ ഉണ്ടാവും, സെക്കൻഡറി കോയിൽ ഉണ്ടാവും. സോ പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്ന ഗുഡ് ഷിഫാന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ നമ്മൾ പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ എന്തുണ്ടാവും? സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടും. ഓക്കെ, ഗുഡ് ഷിഫാന. സോ സെക്കൻഡറിയിൽ എന്തുണ്ടാവും? നമുക്ക് വോൾട്ടേജ് കൂടും അല്ലേ? എന്തിൽ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണെങ്കിലോ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലോവർ. അതാണ് എന്ത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിൽ ഇക്വേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് മാത്രം ആലോചിച്ചാൽ മതി? നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിൽ പ്രൈമറി കോയിലിലും സെക്കൻഡറി കോയിലിലും എന്ത് സെയിം ആയിരിക്കും? പവർ വിൽ ബി ഈക്വൽ. നമ്മൾ ഇൻപുട്ടിൽ എത്ര പവർ കൊടുക്കുന്നോ അതേ പവർ തന്നെയായിരിക്കും നമുക്ക് എവിടെ കിട്ടുക? ഔട്ട്പുട്ടിൽ കിട്ടുക. സോ നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് പവറിൻ്റെ ഇക്വേഷൻ? പവർ ഈസ് ഈക്വൽ ടു, എത്ര ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് പവറിന്? പവർ ഈസ് ഈക്വൽ ടു I²R നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ ഉണ്ട്. പവർ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? Am I audible? So we have power is equal to I²R എന്ന ഇക്വേഷൻ ഉണ്ട്. പവർ is equal to V² by R എന്ന ഇക്വേഷൻ ഉണ്ട്.
പവർ ഈസ് ഈക്വൽ ടു VI എന്ന ഇക്വേഷൻ ഉണ്ട് അല്ലേ? നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്. ഗുഡ് ഷിഫാനം 3 ഇക്വേഷൻസ് ആർ ദർ. എന്തിന്? പവറിന്. പവർ എന്താ പറയുന്നത്? പവർ ഈസ് ഈക്വൽ ടു I²R, പവർ ഈസ് ഈക്വൽ ടു V²/R, പവർ ഈസ് ഈക്വൽ ടു VI. അപ്പം നമ്മളിവിടെ ട്രാൻസ്ഫോമറിൽ നമുക്ക് മെയിൻ ആയിട്ട് ആരാളുള്ളത്? വോൾട്ടേജും കറണ്ടും ആണ് അല്ലേ? വോൾട്ടേജും കറണ്ടും ആണ്. ഗുഡ് ഷിഫാന VI. അപ്പം നമ്മൾ ഈ ട്രാൻസ്ഫോമറിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? പവർ ഈസ് ഈക്വൽ ടു VI എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം നമുക്ക്. അപ്പോഴോ നമുക്ക് എത്ര കോയിൽസ് ഉണ്ടടാ? 2 കോയിൽസ് ഉണ്ട്. ഏതൊക്കെ കോയിൽസാണ് നമുക്കുള്ളത്? പ്രൈമറി കോയിൽ ഉണ്ട്, സെക്കൻഡറി കോയിൽ ഉണ്ട് അല്ലേ? വി ഹാവ് പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. അപ്പം നമുക്ക് എന്ത് പറയാം? രണ്ടിലുള്ള പവറും പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി അല്ലേ? പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി. സോ പ്രൈമറിയിലുള്ള പവർ നമുക്ക് എങ്ങനെ എഴുതാം? VI അല്ലേ? VI. അപ്പോൾ V ഓഫ് പ്രൈമറി ഇൻറ്റു I ഓഫ് പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി. അതെങ്ങനെ എഴുതാം നമുക്ക്? voltage in secondary into current in secondary. So VP into IP is equal to VS into IS. Good Shifana, secondary coil. Okay. So VP IP is equal to VS IS. ഇത് നിങ്ങൾ മറന്നു പോകാതെ എന്ത് ചെയ്താൽ മതി? ഓർമ്മിച്ച് വെച്ചാൽ മതി. നമ്മുടെ ട്രാൻസ്ഫോമറിലെ പവർ പ്രൈമറി കോയിലിലും സെക്കൻഡറി കോയിലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? മറന്നു പോകാതെ ഓർത്ത് വയ്ക്കുക. കാരണം എന്താ? ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ഇക്വേഷനും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഇക്വേഷനിൽ എന്താ പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? റീസോൾവ് ചെയ്യാം ഈ ഇക്വേഷനെ. എങ്ങനെയാണ് നമ്മൾ റീസോൾവ് ചെയ്യുക? നോക്കിക്കോ, VP by ഈ വി എസിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, സോ VP by VS ഈസ് ഈക്വൽ ടു IS by IP. കണ്ടോ? VP by VS ഈസ് ഈക്വൽ ടു IS by IP. ഇതെന്തിലെ ഇക്വേഷനാ? നമ്മുടെ ട്രാൻസ്ഫോമറിൽ അല്ലേ? സോ വോൾട്ടേജ് ഇൻ പ്രൈമറി ടു ദി വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ സെക്കൻഡറി ടു ദി കറണ്ട് ഇൻ പ്രൈമറി. ട്രിക്ക് ഉണ്ടോ മിസ്സേ? ഓർക്കാൻ ട്രിക്ക് പറഞ്ഞുതരാം. ഇതിന് നമുക്കിപ്പോൾ ട്രിക്കിൻ്റെ ആവശ്യമില്ല. ഇതെന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ജസ്റ്റ് ആലോചിച്ച് വെക്കാം. ഏത്? പവർ ഈക്വൽ ആണ്. പവറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, VI. സോ ജസ്റ്റ് അപ്ലൈ VP ഇൻറ്റു IP ഈസ് ഈക്വൽ ടു VS ഇൻറ്റു IS. ഈ ഇക്വേഷൻ മാത്രം പഠിക്കുക. ഇത് നിങ്ങൾ പഠിക്കണ്ട. VP by VS is equal to IS by IP എന്ന് നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ മതി? ഈ ഇക്വേഷൻ മാത്രം ആലോചിച്ച് വെക്കാം. എന്ത്? പവർ ഈസ് ഈക്വൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? VP IP ഈസ് ഈക്വൽ ടു VS IS. ഇതിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻസും ഉണ്ടാക്കാം അല്ലേ? IS നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? VSന് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി അല്ലേ? IP നിങ്ങളോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? VPന് ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. കണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. എന്ത്? പവർ ഈസ് ഈക്വൽ ഇൻ ട്രാൻസ്ഫോമർ. അപ്പം നമുക്ക് എന്ത് കിട്ടും? അവിടുന്ന് വോൾട്ടേജ് കാണാനും കറണ്ട് കാണാനുള്ള എല്ലാ ഇക്വേഷൻസും നമുക്ക് കിട്ടും. പിന്നെ ഒരു ഇക്വേഷനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ഫോമറിൽ. അതേതാടാ? നമ്പർ ഓഫ് കോയിൽസ് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽസ് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതേതാ? അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. രണ്ടും സെയിം ആണ്. അതായത് NS by NP ആണെങ്കിൽ ഇപ്പുറത്തെ ഏതായിരിക്കും? VS by VP ആയിരിക്കും. ഓക്കെ, NS by NP ആണെങ്കിൽ അപ്പുറം ഏതായിരിക്കും? ഇറ്റ് വിൽ ബി VS by VP. ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കാം. ഓക്കെ, NS by NP, VS by VP. മറ്റേ ഇക്വേഷനോ? VP IP ഈസ് ഈക്വൽ ടു VS IS. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറിപ്പോവില്ല. ഓക്കെ, സോ NS by NP ഈസ് ഈക്വൽ ടു VS by VP. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ് എന്ത്? ഒന്ന് NS by NP ഈസ് ഈക്വൽ ടു VS by VP. വേറൊരു ഇക്വേഷനാണ് എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ VP IP ഈസ് ഈക്വൽ ടു VS IS എന്നുള്ള ഇക്വേഷൻ. റൈറ്റ് മാം, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണോ? ചോദിക്കാൻ നിങ്ങളെടുത്ത് ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുവിധം മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എന്താണ് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും നമുക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിക്കേ, ഫൈൻഡ് ദ ഓഡ് വൺ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ കൊടുത്തിട്ടുള്ള 4 ക്രൈറ്റീരിയാസും നിങ്ങൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യേണ്ടി വരും അല്ലേ? 4 ക്രൈറ്റീരിയാസും നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പഠിച്ചു എന്ത്? VP IP ഈസ് ഈക്വൽ ടു VS IS എന്ന് പഠിച്ചു. NS by NP ഈസ് ഈക്വൽ ടു VS by VP എന്ന് പഠിച്ചു. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ കണ്ടീഷൻസ് എഴുതാം നമുക്ക്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പാണ്. അപ്പോൾ എന്തിലായിരിക്കും? VS കൂടുതലായിരിക്കും അല്ലേ? സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ പ്രൈമറിയിലുള്ള വോൾട്ടേജ്. അപ്പോൾ അവിടെ ആര് വ്യത്യാസം ഉണ്ടാവും? കറണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കറണ്ട് എങ്ങനെയായിരിക്കും? IS വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് IP. അതെങ്ങനെയാണ്? നമുക്ക് ഇക്വേഷൻ ഉണ്ട്. V ഈസ് ഈക്വൽ ടു IR എന്നുള്ള ഇക്വേഷൻ അല്ലേ? R കോൺസ്റ്റൻ്റ് ആണ്. സോ V by I ഈസ് ഈക്വൽ ടു R അല്ലേ? അപ്പോൾ വോൾട്ടേജ് കൂടുമ്പം ആര് കുറയേണ്ടി വരും? കറണ്ട് കുറയേണ്ടി വരും അല്ലേ? വോൾട്ടേജ് കൂടുന്ന സമയത്ത് ആര് കുറയേണ്ടി വരും? കറണ്ട് കുറയേണ്ടി വരും. കറണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവില്ല? നമ്മുടെ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആവില്ല. സോ
ഇതാലോചിച്ച് വെക്കുക. എന്ത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിലുള്ള വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി. അതെന്താ? സ്റ്റെപ്പ് അപ്പ് ആണ്. നമുക്ക് വോൾട്ടേജ് കൂട്ടാണ് ആര് ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗണിലാണെങ്കിൽ എന്താ സംഭവിക്കുക? വി എസ് വിൽ ബി ലെസ് ദാൻ വി പി അല്ലേ? സ്റ്റെപ്പ് ഡൗൺ ആണ്, അതായത് നമുക്ക് വോൾട്ടേജ് കുറയ്ക്കാണ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. സോ വി എസ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി പി. അപ്പോൾ കറണ്ട് എങ്ങനെയായിരിക്കും? ഐ എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഐ പി അല്ലേ? വോൾട്ടേജ് കുറയുകയാണെങ്കിൽ ആര് കൂടും? നമ്മുടെ കറണ്ട് കൂടും. റൈറ്റ്? സോ ഈ ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായും ഓർത്ത് വെക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ആണ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ. ഓക്കെ, സോ നമുക്കിവിടെ 4 ക്രൈറ്റീരിയാസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നത്? വി എസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പി, ഐ എസ് ഇസ് ലെസ് ദാൻ ഐ പി, ഐ എസ് ഗ്രേറ്റർ ദാൻ ഐ പി, എൻ എസ് ബൈ എൻ പി ഇസ് ഗ്രേറ്റർ ദാൻ 1. എൻ എസ് ബൈ എൻ പി ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ നമ്മൾ എങ്ങനെയാണ് നോക്കാം? നോക്കിക്കോ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യുക കേട്ടോ. സ്റ്റെപ്പ് അപ്പിൽ എന്താണ്? വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ പ്രൈമറി. അപ്പോൾ കറണ്ട് ഇൻ സെക്കൻഡറി ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കറണ്ട് ഇൻ പ്രൈമറി അല്ലേ? അപ്പോൾ എൻ എസ് ബൈ എൻ പിയോ? നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്ത്? എൻ എസ് ബൈ എൻ പി ഈസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. ഇക്വേഷനില്ലേ? ഇല്ലേ? എൻ എസ് ബൈ എൻ പി ഈസ് ഈക്വൽ ടു വി എസ് ബൈ വി പി എന്ന് ഇക്വേഷൻ ഉണ്ട്. റൈറ്റ്? സ്റ്റെപ്പ് അപ്പിനെ കൺസിഡർ ചെയ്യുക. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ വി എസ് കൂടുതലായിരിക്കും, വി പി കുറവായിരിക്കും അല്ലേ? ഒരു ഫ്രാക്ഷൻ നോക്കിക്കേ, 6/3 ആണ്. ഇവിടെ ആര് കൂടുതലാണ്? 6 കൂടുതലാണ്, 3 കുറവാണ്. അതുപോലെ ഇവിടെ കൺസിഡർ ചെയ്യുക, വി എസ് കൂടുതലാണ്, വി പി കുറവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററെക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നിങ്ങളൊരു എക്സാമ്പിൾ വെച്ച് എഴുതി വയ്ക്കാൻ മതി. എക്സാമ്പിൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് എഴുതാം. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പർ ന്യൂമറേറ്ററിനേക്കാളും കൂടുതൽ ഇടുക, ഒന്ന് ഡിനോമിനേറ്റർ കുറച്ച് കുറവ് ഇടുക, എന്നിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കി കിട്ടുന്ന ആൻസർ ഏതാണോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ give it എൻ എസ് ബൈ എൻ പി ഇസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി നേരെ തിരിച്ച് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ കൺസിഡർ ചെയ്യാണ്. സ്റ്റെപ്പ് ഡൗൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലോ സ്റ്റെപ്പ് ഡൗണിൽ എന്താ കണ്ടീഷൻ? വി പി വിൽ ബി ഗ്രേറ്റർ ദാൻ വി എസ് അല്ലേ? നമ്മൾ സെക്കൻഡറിയിൽ എത്തുന്ന സമയത്ത് വോൾട്ടേജ് എന്താണ്? കുറവാണ്. സോ വി പി ഇസ് ഗ്രേറ്റർ ദാൻ വി എസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കും? നമ്മുടെ വി പി വിൽ ബി ഗ്രേറ്റർ, വി എസ് വിൽ ബി ലോവർ. അപ്പോൾ വി പി കൂടുതലാണ്, ആര് കുറവായിരിക്കും? വി എസ് കുറവായിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്തോ എൻ എസ് ബൈ എൻ പി ഈസ് ഈക്വൽ ടു വി എസ് ബൈ വി പി ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ കൂടുതലുമാണ്. അപ്പോഴോ നിങ്ങളൊരു നമ്പർ എടുത്ത് നോക്ക്, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ കൂടുതലും 3/6. എത്ര നമുക്ക് ആൻസർ കിട്ടുക? 1/2 ഈക്വൽ ടു 0.5. ലെസ് ദാൻ 1 അല്ലേ? അപ്പോൾ ലെസ് ദാൻ 1 കിട്ടുകയാണെങ്കിലോ ദ എൻ എസ് ബൈ എൻ പി ഈസ് ലെസ് ദാൻ 1. എന്തിനാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്. എൻ എസ് ബൈ എൻ പി ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്തിനാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്. ഇനി നമുക്ക് ഇവിടെയുള്ള ക്രൈറ്റീരിയാസ് നോക്കാം. എന്തൊക്കെയാണ് തന്നത്? വി എസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പി. ഏതിലാണ് വരുന്നത്? സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? പറഞ്ഞേ. സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? പറ. വി എസ് ഈസ് ഗ്രേറ്റർ ദാൻ വി പി. സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? സെക്കൻഡറി കോയിലിലുള്ള വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി കോയിലിലുള്ള വോൾട്ടേജ്. ഏതാ വരിക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കോ? വിൽ ഇറ്റ് ബി സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ? പറഞ്ഞേ, ഏതായിരിക്കും? വി എസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പി. ഏതായിരിക്കും? സെക്കൻഡറി കോയിലിലുള്ള വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി കോയിലിലുള്ള വോൾട്ടേജ്. അപ്പോൾ ഏതായിരിക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ? നോക്കട്ടെ, പറഞ്ഞേ. സ്റ്റെപ്പ് അപ്പ് ആണോ? ഗുഡ്. അശ്വന്ത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, ഗുഡ് അശ്വന്ത്. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് എന്ത്? വി എസ് ഗ്രേറ്റർ ദാൻ വി പി വരെ അല്ലേ? നമുക്ക് വോൾട്ടേജ് ഇൻ സെക്കൻഡറി വിൽ ബി ഗ്രേറ്റർ ദാൻ. ഗുഡ് ഫസീജ, റൈറ്റ്? ഫസീജ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഗുഡ് ഫസീജ. ഓക്കെ, സോ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ് എന്ത് വരികടാ? സെക്കൻഡറി കോയിലുള്ള വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി പ്രൈമറി കോയിലുള്ള വോൾട്ടേജ്, റൈറ്റ്? സോ അപ്പോൾ വി എസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പി കണ്ടു നമ്മൾ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഐ എസ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഐ പി. അതെന്തിലാ വരിക? ഐ എസ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഐ പി. എന്താ ഐ എസ് എന്ന് പറഞ്ഞാൽ? സെക്കൻഡറിയിലുള്ള കറണ്ടാണ്. ഐ പി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറിയിലുള്ള കറണ്ടാണ് അല്ലേ? അപ്പോൾ സെക്കൻഡറിയിലുള്ള കറണ്ട്
രണ്ടാമത് ആരാ? സ്നേഹ വിനയൻ. സ്റ്റെപ്പ് അപ്പ്. ഗുഡ്. സോ സെക്കൻഡറിയിലുള്ള കറണ്ട് കുറവാണ് ആരെക്കാളും? പ്രൈമറിയിലുള്ള കറണ്ടിനേക്കാളും. എങ്ങനെയാണ് നമ്മൾ നോക്കിയിരുന്നത്? വി എസ് ബൈ വി പി അല്ലേ? സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കൂടുന്ന സമയത്ത് അവിടെ ആര് കുറയും? ആര് കുറയും? കറണ്ട് കുറയും. സോ വി എസ് കൂടുതലാണെങ്കിൽ ഐ എസ് കുറവായിരിക്കും, വി പി കൂടുതലാണെങ്കിൽ ഐ പി കുറവായിരിക്കും. സോ ഇവിടെ ആരാ കൂടുതൽ? ഐ എസ് ആണ് നമുക്ക് കുറവാണെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും? അവിടെ വി എസ് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ വി എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ വി പി. എന്തിൽ? ഐ എസ് ഇസ് ലെസ് ദാൻ ഐ പി. അപ്പോൾ ഐ എസ് ഇസ് ലെസ് ദാൻ ഐ പി ആരുടേതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ? പറഞ്ഞേ നോക്കട്ടെ. ഐ എസ് ഇസ് ലെസ് ദാൻ ഐ പി. സെക്കൻഡറിയിലുള്ള കറണ്ട് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറിയിലുള്ള കറണ്ട്. ഏതിലാണ് വരിക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണോ? പറഞ്ഞേ ഏതിലായിരിക്കും? പറഞ്ഞേ. അശ്വന്ത്, ഫസീജ, സ്നേഹ ഒക്കെ പറഞ്ഞേ നോക്കട്ടെ. ഐ എസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഐ പി. ഐ എസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഐ പി. ഏതായിരിക്കും? ഏതായിരിക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ? ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും? പറഞ്ഞേ. ഇറ്റ് വിൽ ബി ദി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, റൈറ്റ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ് ആര് വരിക? നമ്മുടെ ഐ എസ് ഇസ് ലെസ് ദാൻ ഐ പി വരിക അല്ലേ? ഐ എസ് വിൽ ബി ലെസ് ദാൻ ഐ പി ഇൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പം നമുക്ക് വി എസ് ബൈ വി പി സ്റ്റെപ്പ് അപ്പ് കിട്ടി. ഐ എസ് ലെസ് ദാൻ ഐ പി എന്ത് കിട്ടി? സ്റ്റെപ്പ് അപ്പ് കിട്ടി. അഗെയിൻ റൈറ്റ്? എക്സ്സി ചോക്ലേറ്റ് സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് ഡൗണിലാണോ ഐ എസ് ഗ്രേറ്റ് ഐ എസ് ഇസ് ലെസ് ദാൻ ഐ പി വരിക? അല്ലല്ലോ. സ്റ്റെപ്പ് ഡൗണിൽ എന്താ സംഭവിക്കുക? വോൾട്ടേജ് ഇൻ ഐ എസ് ഇസ് ലെസ് ദാൻ ഐ പിയോ? മക്കളെ നോക്കിക്കേ, വി എസ് ബൈ വി പി. ഓക്കെ, വി എസ് ബൈ വി പി. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വി എസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പി, റൈറ്റ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വി എസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പി. അപ്പോൾ ഐ എസ് എന്തായിരിക്കും ഇവിടെ? കുറവായിരിക്കും. ഐ എസ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഐ പി. Okay, Fatima Shifana, good. Step up and answer it. So, IS will be less than that of IP in which transformer? Step up transformer. Confusion varalla ട്ടോ. Correct ആയിട്ട് പഠിക്കണം. VS is greater than VP ആണെങ്കിൽ IS will be less than that of IP. നേരെ റിവേഴ്സ് ആയിരിക്കും. Okay, V by I ആണ്. So, നേരെ റിവേഴ്സ് ആയിരിക്കും. VS VP നെക്കാളും കൂടുതലാണെങ്കിൽ IS will be less than that of IP. Step downലാണെങ്കിൽ എങ്ങനെയാ വരിക? IP is greater than IS. അല്ലേ? IP is greater than IS. സോറി, ഐ എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഐ പി. അങ്ങനെയാണ് സ്റ്റെപ്പ് ഡൗണിൽ വരിക. കാരണം എന്താ? വി എസ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വി പി. അപ്പോൾ സ്റ്റെപ്പ് ഡൗണിൽ എന്താ വരിക? സ്റ്റെപ്പ് ഡൗൺ വിൽ ബി ഐ എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഐ പി. നമുക്ക് അടുത്ത ക്രൈറ്റീരിയ ഉണ്ട്, ഐ എസ് ഗ്രേറ്റർ ദാൻ ഐ പി. അപ്പോൾ ഏത് ട്രാൻസ്ഫോമറിലാണ്? ഏത് ട്രാൻസ്ഫോമറിലാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണ്. ദിസ് ഇസ് ഇൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലേ? നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്താ? എൻ എസ് ബൈ എൻ പി ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 1. NS by NP is greater than that of 1. ഇത് ഏതിലാ വരിക? NS by NP greater than 1. നമുക്ക് NS by NP എന്താണെന്നുണ്ട്? NS by NP is equal to VS by VP. നമുക്ക് ഇക്വേഷൻ അല്ലേ? NS by NP is equal to VS by VP. നമുക്ക് ഇക്വേഷൻ ഉണ്ട്. NS by NP greater than 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താടാ? VS will be greater than that of VP. ഏതിൻ്റെ കണ്ടീഷനാ? VS is greater than that of VP. സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് is greater than that of the voltage in primary. ഏതിലെ കണ്ടീഷനാ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ കണ്ടീഷനാണ് അല്ലേ? ദിസ് ഈസ് ഇൻ ദി കണ്ടീഷൻ ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പം നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ 3 കണ്ടീഷൻ ഉണ്ട്. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ കണ്ടീഷൻ ഉണ്ട്. ഏതാ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ കണ്ടീഷന്? ഐ എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഐ പി, റൈറ്റ്? ഐ എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഐ പി. സോ ഇതിൽ ഓഡ് വൺ ആരാടാ? ഐ എസ് ഗ്രേറ്റർ ദാൻ ഐ പി. ഇത് ആരുടേതാ? സ്റ്റെപ്പ് ഡൗണിൻ്റേതാണ്. മറ്റത് 3 ആരുടേതാ? സ്റ്റെപ്പ് അപ്പിൻ്റേതാണ്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓഡ് വൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ എഴുതുക, അതിൻ്റെ റീസണും കൂടെ എഴുതുക. ദാറ്റ് വിൽ ഗെയിൻ യു എക്സ്ട്രാ മാർക്സ്. ഓക്കെ, അതിൻ്റെ റീസണും കൂടി എഴുതുക. അവിടെ എന്താ റീസൺ? ഐ എസ് ഗ്രേറ്റർ ദാൻ ഐ പി ഇസ് ഫോർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതർ 3 ആർ ഫോർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഗോട്ട് ഇറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ കാണാം നമുക്ക്. ഓക്കെ, ഇവിടെ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്ത്? നമ്മുടെ റേ ഓപ്റ്റിക്സിൽ ഓക്കെ നമ്മളെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനിലും നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് മാഗ്നിഫിക്കേഷൻ, മിറർ ഫോമിൽ, ലെൻസ് ഫോമിലൊക്കെ മാറാതാവൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോ. നമുക്ക് എന്താ പറഞ്ഞത്? ഐഡൻറ്റിഫൈ ദ ഫസ്റ്റ് വേർഡ് പെയർ റിലേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ആദ്യത്തെ പെയറിൻ്റെ ബന്ധം നോക്കിയിട്ട് രണ്ടാമത്തെ പെയർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പെയർ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? എം ഈസ് വി ബൈ യു. എം എന്ന് പറഞ്ഞാൽ എന്താ? എം ഈസ് മാഗ്നിഫിക്കേഷൻ. ഇവിടെ തന്നത് എന്താ? എം ഈക്വൽ ടു വി ബൈ യു ആണ് അല്ലേ? നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം എന്താ? നമുക്ക്
അല്ലേ? നമുക്ക് മിററിൽ മാഗ്നിഫിക്കേഷൻ എന്താ -v/u ആണ്, എന്നാൽ ലെൻസിലോ +v/u ആണ് അല്ലേ? മിററിൽ നമ്മുടെ മിറർ ഫോർമുല എന്താ 1/f = 1/v + 1/u ആണ്, എന്നാൽ ലെൻസിലാണെങ്കിലോ 1/v - 1/u ആണ്. ഇത് നിങ്ങളിങ്ങനെ കറക്റ്റായിട്ട് ആലോചിച്ച് വെക്കുക. എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഏതാണ് കറക്റ്റ്, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ സൈൻ ഏതാണ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, 1/v + 1/u ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ 1/v - 1/u ആണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ കാണാൻ നമുക്ക് ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓർക്കാൻ പറ്റും കേട്ടോ. സോ സീ ഹിയർ, നമുക്ക് മിറർ ഉണ്ട്. ഓക്കെ, സോ ഹിയർ ഇസ് ദ മിറർ ഫോർമുല. ഓക്കെ, മിറർ ഫോർമുല. ഇവിടെ നമുക്ക് ലെൻസ് ഫോർമുല. ഓക്കെ, സോ മിറർ ഫോർമുല, ലെൻസ് ഫോർമുല. നമുക്കിവിടെ മാഗ്നിഫിക്കേഷൻ എഴുതാം. ഓക്കെ, മാഗ്നിഫിക്കേഷൻ. സോ മിറർ ഫോർമുല, ലെൻസ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ആലോചിച്ച് വെക്കാം. മിറർ മാഗ്നിഫിക്കേഷൻ -m എന്ന് വെച്ചാൽ മിറർ മാഗ്നിഫിക്കേഷൻ മൈനസ്. ഓക്കെ ആണോ? മിറർ മാഗ്നിഫിക്കേഷൻ മൈനസ്. അപ്പം മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താണ്? മൈനസ് ആണ്. സോ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും ഇടാ? -v/u. ഓക്കെ ആണോ? ഇത് മിററിൻ്റെ ഭാഗമാണ് കേട്ടോ. ദിസ് ഇസ് ഫോർ മിറർ. ഇത് നമ്മുടെ ലെൻസിന്. ഓക്കെ, സോ മിറർ മാഗ്നിഫിക്കേഷൻ മൈനസ്, അങ്ങനെ ആലോചിക്കാം. മിറർ മാഗ്നിഫിക്കേഷൻ മൈനസ് m. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? m ഓഫ് മിറർ ഈസ് -v/u. അപ്പോൾ മിററിൻ്റെത് മൈനസ് ആണെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെത് എന്തായിരിക്കും? ഒബ്വിയസ്ലി പോസിറ്റീവ് ആയിരിക്കും. സോ മാഗ്നിഫിക്കേഷൻ ഇസ് v/u. ഇനി മിറർ ഫോർമുല എന്താ? 1/v + 1/u ആണോ 1/v - 1/u ആണോ? ഏതാ നോക്കുക? മാഗ്നിഫിക്കേഷൻ നോക്കുക. മാഗ്നിഫിക്കേഷൻ മൈനസ് എടുത്താൽ മിറർ ഫോർമുല എന്തെടുക്കാം? പ്ലസ് എടുക്കാം. സോ 1/v + 1/u. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എടുത്താൽ നമുക്ക് ലെൻസ് ഫോർമുല എന്തെടുക്കാം? മൈനസ് എടുക്കാം. സോ 1/v - 1/u. ഗോട്ട് ഇറ്റ്? കിട്ടിയോ? ഈ ട്രിക്ക് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനിയും വലിയൊരു പ്രശ്നമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? കൺഫ്യൂഷൻ ഇല്ലാതെ കുറച്ച് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഒന്ന് ആലോചിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ മിറർ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ്. അപ്പം മിറർ ഫോർമുല എന്താണ്? മിറർ ഫോർമുല വിൽ ബി പോസിറ്റീവ്. മിറർ മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസസ് പോസിറ്റീവ്. അപ്പം മിറർ ഫോർമുല എന്താ? നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പം ഇനി എക്സാമിൽ പോയിട്ട് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സാധനം ഒന്ന് അവിടെ എഴുതി വെക്കുക. ആദ്യം എഴുതി വെക്കുക. എന്ത്? മിറർ ഫോർമുല, മാഗ്നിഫിക്കേഷൻ, ലെൻസ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ ഓഫ് മിററിൻ മൈനസ്. അപ്പം മിറർ മൈനസ് മാഗ്നിഫിക്കേഷൻ -v/u. അപ്പം ലെൻസിന് ഏതായിരിക്കും? പോസിറ്റീവ് v/u. അപ്പം ഇവിടെ മൈനസ് ആണ്, മാഗ്നിഫിക്കേഷൻ മൈനസ് ആണെങ്കിൽ മിറർ ഫോർമുല എന്താണ്? പ്ലസ് ആയിരിക്കും. സോ 1/v + 1/u. ഇനി മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ലെൻസ് ഫോർമുല എന്തായിരിക്കും? ഇറ്റ് വിൽ ബി നെഗറ്റീവ്. സോ 1/v - 1/u. യെസ് മിസ്, ഗുഡ് ഷിഫാന. റെഡി ആയില്ലേ? ഓക്കെ, ഒരു ചെറിയൊരു ട്രിക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ മാഗ്നിഫിക്കേഷനും ലെൻസ് ഫോർമുല, മിറർ ഫോർമുല തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇനി വേറൊരു കാര്യം കൂടി, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ലെൻസും മിററും ഉണ്ട്. ഓക്കെ, ലെൻസും മിററും ഉണ്ട്. സോ കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും. ഓക്കെ, കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും. കോൺവെക്സ് ലെൻസ് + കോൺവെക്സ് മിറർ. ഓക്കെ, കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും. രണ്ടാമത്തേത് ആരാണ്? കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും. ഇവർക്ക് ഒരേ സ്വഭാവമാണ്. കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും ഒരേ സ്വഭാവമാണ്. കോൺകേവ് ലെൻസിനും കോൺവെക്സ് മിററിനും ഒരേ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ ഈ കോൺവെക്സ് ലെൻസ് എന്ത് ഇമേജാണ് ഫോം ചെയ്യുക? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജാണ്. ആര് ഫോം ചെയ്യുക? കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും. ഓർത്ത് വെക്കണം കേട്ടോ. കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും ഫോം ചെയ്യുന്നത് എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും ഫോം ചെയ്യുന്നത് ഇറ്റ് വിൽ ബി വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. റെഡിയാണോ?
റെഡിയാണോ? കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും ഫോം ചെയ്യുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഓക്കെ, സോ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് മിറർ ഫോംസ് ദി റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. കോൺകേവ് ലെൻസും കോൺകേവ് മിററും ഫോം ചെയ്യുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. സോ റിയൽ ഇൻവേർട്ടഡ് ആണെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ? മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു HI/HO. അറിയില്ലേ? height of the image to the height of the object. Equation ഉണ്ട് HI/HO. എന്താണ് height of the image to the height of object? റിയൽ ഇൻവേർട്ടഡ് ആണെങ്കിൽ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്താടാ? ഇൻവേർട്ടഡ് ഇമേജ് ആണ്. സോ ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴോട്ടുള്ളതെല്ലാം നമ്മൾ നെഗറ്റീവ് ആണ് എടുക്കുക. സോ HI എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണോ? സോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസിൻ്റെ കേസിൽ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കിട്ടുന്ന വാല്യൂ കേട്ടോ, ഈ സാധനമല്ല നമ്മൾ പറയുന്നത്, നോട്ട് ദിസ് വൺ. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇന്ന് മുഹമ്മദ് ജാസിം HI/HO. ഗുഡ്. സോ M is equal to HI/HO എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ, ഇൻവേർട്ടഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? താഴോട്ടെ ഇമേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴോട്ട് എന്താ എടുക്കുക? പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. സോ HI എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. HO എന്താ? എപ്പോഴും പോസിറ്റീവാ അല്ലേ? HO എപ്പോഴും നെഗറ്റീവ് ആവുമോ? ഇല്ല, നമ്മൾ ഒബ്ജക്റ്റിന് എപ്പോഴും ഇങ്ങനെ വെക്കുള്ളൂ ഇല്ലേ? സോ HO വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ HI എന്തായിരിക്കും? ഈ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് കേസസിൽ HI വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും മാഗ്നിഫിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. റിമെമ്പർ, ഓക്കെ, കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും മാഗ്നിഫിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെങ്കിലോ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെങ്കിലോ HI പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഇറക്റ്റ് ഇമേജ് ആണ്. നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈറ്റ് കാണുന്നത്. സോ ഇറക്റ്റ് ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? HI പോസിറ്റീവ് ആണ്. സോ മാഗ്നിഫിക്കേഷൻ വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ആർക്ക്? കോൺകേവ് ലെൻസിനും കോൺവെക്സ് മിററിനും. കിട്ടിയോ? സോ കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യും. ദേ ഹാവ് ദ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ നെഗറ്റീവ്. രണ്ടാമത്തേതോ? കോൺകേവ് ലെൻസും കോൺവെക്സ് മിററും വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് ഫോം ചെയ്യുക. സോ ദേ ഹാവ് പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ. ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു അല്ലേ? സോ ഐഡന്റിഫൈ ദ ഫസ്റ്റ് വേർഡ് പെയർ റിലേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ആദ്യത്തെ പെയർ നമുക്ക് എന്ത് ചെയ്യുന്നു? M is equal to V/U. അപ്പോൾ ഇനി 1/F നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഏത് ഫോർമുല? മിറർ ആണോ ലെൻസ് ആണോ? പറഞ്ഞേ, മിറർ ഫോർമുലയാണോ ലെൻസ് ഫോർമുലയാണോ? M is equal to V/U. സോ 1/F is equal to what? ഇത് വെച്ച് പറഞ്ഞോ, പറ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഫോർമുല എന്തായിരിക്കും? It will be positive. Magnification negative ആണെങ്കിൽ ഫോർമുല എന്തായിരിക്കും? It will be positive. So നമുക്ക് എന്ത് പറയാം? Magnification is equal to V/U. So 1/F is equal to 1/V minus 1/U. അല്ലേ? ആരുടെ ഫോർമുലയാ? ലെൻസിൻ്റെ ഫോർമുലയാണ്. ആരുടെ മാഗ്നിഫിക്കേഷൻ ആണ് V/U? ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ ആണ് V/U. സോ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു V/U ആണെങ്കിൽ ഇറ്റ്സ് ഫോർമുല വിൽ ബി 1/V മൈനസ് 1/U ആയിരിക്കും. കിട്ടിയോ? റെഡിയാണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. Give any one factor that influence the direction of motion of a current carrying conductor in a magnetic field. Magnetic ഫീൽഡിൽ വെച്ചിട്ടുള്ള ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഇത് ഏത് ചാപ്റ്ററിൽ വരുന്നതാ? മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ? മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്, റൈറ്റ്? സോ മോഷൻ ഓഫ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്, നോർത്ത് സൗത്ത് എൻ്റെ ഫീൽഡ് മാഗ്നറ്റ് കൊടുത്താൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഏതായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഈ നമ്മൾ കണ്ടക്ടറിനെ എവിടെ വെച്ചു? മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു. ഓക്കെ, സോ കണ്ടക്ടർ ഇസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിൻ്റെ മുകളിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇത് ഞാൻ പറഞ്ഞല്ല, ഏത് റൂളാണ്? മോട്ടർ പ്രിൻസിപ്പൾ അല്ലേ? ഓർമ്മയില്ലേ മോട്ടർ പ്രിൻസിപ്പൾ? എന്താ മോട്ടർ പ്രിൻസിപ്പൾ പറയുന്നത്? A conductor, when it is kept freely in a magnetic field, a force is experienced on the conductor. അല്ലേ? ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ.
അല്ലേ? മറന്നുപോയോ? മോട്ടോർ പ്രിൻസിപ്പൽ എന്തിലുള്ളതാ? ഇലക്ട്രിക് മോട്ടറിന്റെ പ്രിൻസിപ്പിളാ അല്ലേ? മോട്ടോർ പ്രിൻസിപ്പൽ. എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നത്? വെൻ എ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് സ്റ്റേഷനറി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓൺ ഇറ്റ്. അല്ലേ? നമ്മൾ ഏത് റൂൾ വെച്ചിട്ട് അതിന്റെ ഡയറക്ഷൻ കാണാം? ഏത് റൂളാ? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് റൂൾ. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിംഗ് റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തും കാണാം. ആ കണ്ടക്ടറിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഏത് റൂൾ യൂസ് ചെയ്താൽ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദിലേൻ ഹലോ. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. സോ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ? ഗീവ് എനി വൺ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയായിരിക്കും? ഒന്ന് നമുക്കറിയാം. ഏതാ? ഒന്ന് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് അല്ലേ? കറണ്ട് എങ്ങോട്ടാണോ പോണത് അതിനനുസരിച്ചല്ലേ നമ്മുടെ കണ്ടക്ടർ മൂവ് ചെയ്യുക അല്ലേ? നമ്മൾ ഏത് ഡയറക്ഷനിലാണോ കറണ്ട് കൊടുക്കുന്നത്, കാരണം അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. കറണ്ടിന്റെ ഡയറക്ഷൻ മാറി ആരും മാറി? ഫോഴ്സ് മാറി ഇല്ലേ? സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ് എ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ മോഷൻ ഓഫ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അനദർ ഫാക്ടർ. എന്ത് പറയാം നമുക്ക്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നജ യൂനിസ്, ഗുഡ്. ഫോഴ്സ് അല്ല മോളെ, ഫോഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ്? ഒന്ന് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്, ഒന്ന് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. കിട്ടിയോ? അപ്പോൾ ഒന്ന് ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഒന്ന് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഗുഡ്. മുഹമ്മദ് ജാസിം. ഓക്കെ, നജ യൂനിസ് കറണ്ട്. ഓക്കെ, സോ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് അല്ലേ? ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. വെരി ഗുഡ് നജ, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഡയറക്ഷൻ ഓഫ് കറണ്ടും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ആണ് എന്താടാ? നമ്മുടെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. നമ്മൾ ചോദിച്ചത് ഒരു ഫാക്ടറാണ്, നിങ്ങൾ രണ്ട് ഫാക്ടർ പഠിച്ചോ, ഗുണം വരും അല്ലേ? ഒന്ന് മറന്നുപോയാൽ നമുക്ക് വേറെ അടുത്ത് എഴുതാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? മറന്നു പോകാൻ പാടില്ല, എപ്പോഴും ഓർത്ത് വെക്കേണ്ട സാധനമാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്. എന്താ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ പറഞ്ഞേ? നോക്കട്ടെ. വാട്ട് ഇസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? എത്രയാ? നജ പറഞ്ഞോ? ജാസിം ഇന്നലെ അടിപൊളിയായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ പറ, എത്ര ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എത്രയാണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇസ് ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു എത്രയാടാ? 48.6 ഡിഗ്രി ആണ്. ഗുഡ് അശ്വിൻ, 48 ഡിഗ്രി. 48 എന്ന് പഠിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ 48.6 ഡിഗ്രി ആണ് എന്ത്? കറക്റ്റ്. കെവിൻ 90 ഡിഗ്രി അല്ലടാ, 48.6 ഡിഗ്രി ആണ് കേട്ടോ. സോ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസസ് 48.6 ഡിഗ്രി. ഓക്കെ ആണോ? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസസ് 48.6 ഡിഗ്രി ആണ്. റെഡി അല്ലേ? ഓക്കെ, so critical angle of glass is 48.6. Neja Yunus, correct answer. Okay, Jasim 48.6, good. So 48.6 degree ആണ് എന്ത്? നമ്മുടെ critical angle of water എന്ന് പറയുന്നതിനെ, sorry, critical angle of glass water അല്ല. Okay, next question. Name two solar devices. രണ്ട് solar devices ന്റെ പേര് പറഞ്ഞേ, പെട്ടെന്ന് പറ. ഏതാ? രണ്ട് solar devices ന്റെ പേര് പറ, പെട്ടെന്ന് പറ. രണ്ട് സോളാർ ഡിവൈസസിൻ്റെ പേര് എന്താ? രണ്ട് സോളാർ ഡിവൈസസിൻ്റെ പേര് ഏതൊക്കെയാ? നമുക്ക് എത്ര സോളാർ ഡിവൈസസ് ഉണ്ട്? ഒരുപാടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് സോളാർ ഡിവൈസസിൻ്റെ പേര്? പെട്ടെന്ന് പറഞ്ഞോ, വേഗം പറഞ്ഞോ. എത്രയാ? ഏതൊക്കെയാ? ഒന്ന് സോളാർ കുക്കർ അല്ലേ? സോളാർ കുക്കർ ഉണ്ട്. പിന്നെ ഏതാ? സോളാർ പാനൽ ഉണ്ട്. എന്തിനാ സോളാർ പാനൽ? കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ? സോളാർ എനർജി യൂസ് ചെയ്തിട്ട് കറണ്ട് ഉണ്ടാക്കുന്നതാണ് ഏത്? സോളാർ പാനൽ, റൈറ്റ്? സോ സോളാർ കുക്കർ ഉണ്ട്, സോളാർ പാനൽ ഉണ്ട്. ഗുഡ് ഫാത്തിമ ഷിഫാന. സോളാർ കുക്കർ ഉണ്ട്, സോളാർ വാട്ടർ ഹീറ്റർ. വാ, നെക്സ്റ്റ് വൺ സോളാർ വാട്ടർ ഹീറ്റർ അല്ലേ? സോളാർ വാട്ടർ ഹീറ്റർ എന്താണ്? ഒരു സോളാർ ഡിവൈസ് ആണ് ഏത്? സോളാർ വാട്ടർ ഹീറ്റർ അല്ലേ? പിന്നെന്തുണ്ട്? സോളാർ പാനൽ. ഗുഡ് ജാസിം, സോളാർ പാനൽ. Okay, good, everyone, good. So solar cooker ഉണ്ട്, solar panel ഉണ്ട്, solar water heater ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വെച്ചോ. ഏതെങ്കിലും ഒന്ന് ചോദിക്കും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റിഫ്ലക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. A child sitting at the back bench of a classroom is unable to see the letters on the board clearly. What is the defect of the eye of the child? How can it be remedied? And draw its ray diagram. Question ചോദിക്കൂ കേട്ടോ. നമ്മൾ ഏതാ വരുന്നത്? ഐ ഡിഫക്റ്റ് ആണ്. ഏത് ചാപ്റ്ററാ? ഐ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് അല്ലേ? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഒരു ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടി, നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കും. ക്ലാസ് റൂമിൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് ചില കുട്ടികൾ പറയും, മിസ് എനിക്ക് ബോർഡ് കാണുന്നില്ല എന്ന്
അല്ലേ? മിസ് എനിക്ക് ബോർഡ് കാണുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ മിസ് എഴുതുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ മിസ് കുട്ടീനെ പിടിച്ചിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുപോയിട്ട് ഇരിക്കുന്നു. സോളാർ വെഹിക്കിൾ, ഗുഡ് മാൻ, ഗുഡ്. സോ എന്ത് ചെയ്യും? നമ്മുടെ ടീച്ചേഴ്സ് അവരെ കൊണ്ടുപോയിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുപോയിട്ട് ഇരുത്തും അല്ലേ? അല്ലേ? അപ്പോൾ കുറേ കുട്ടികൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ? മയോപ്പിയ, നിയർ സൈറ്റഡ്നെസ്, ഗുഡ്. സോ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? അപ്പോൾ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിക്ക് ബോർഡിൽ എഴുതിയ ലെറ്റേഴ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തായിരിക്കും കുട്ടിയുടെ ഐ ഡിഫക്റ്റ്? അപ്പോൾ എന്താ? കുട്ടിക്ക് ദൂരത്തുള്ളത് കാണാൻ പറ്റുന്നില്ല, പക്ഷേ കുട്ടിക്ക് അടുത്തുള്ളത് കാണാം. ഏതാ ഡിസീസ്? നിയർ സൈറ്റഡ്നെസ് അല്ലേ? ഡിസീസ് ഈസ് നിയർ സൈറ്റഡ്നെസ്. റെഡിയാണോ? നിയർ സൈറ്റഡ്നെസ് നമ്മൾ എന്തും പറയും? മയോപ്പിയ, റൈറ്റ്? മയോപ്പിയ. ലൈല സുധീർ, ഗുഡ്, കറക്റ്റ് ആൻസർ. സോ മയോപ്പിയ ഏതാ ഡിസീസ്? നിയർ സൈറ്റഡ്നെസ്. എന്താ? അടുത്തുള്ളത് കാണാം പക്ഷെ ദൂരത്തുള്ളത് കാണൂല. നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ്. ഫാത്തിമ ഷിഫാന, ഗുഡ്. സോ ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ്. ഇനി ലോങ് സൈറ്റഡ്നെസ് ആണെങ്കിലോ, ഹൈപ്പർമെട്രോപ്പി ആണെങ്കിലോ എന്താ സംഭവിക്കുക? നമുക്ക് ദൂരത്തുള്ളത് കാണാൻ പറ്റില്ല, ദൂരത്തുള്ളത് കാണാൻ പറ്റും പക്ഷേ അടുത്തുള്ളത് കാണാൻ പറ്റില്ല അല്ലേ? അടുത്തുള്ളത് കാണാൻ പറ്റില്ല. സോ എന്താണ് മയോപ്പിയ? മയോപ്പിയ നിയർ സൈറ്റഡ്നെസ് ആണ്. ഹൈപ്പർമെട്രോപ്പി എന്താടാ? ലോങ് സൈറ്റഡ്നെസ് ആണ്. റെമഡി എന്താ? റീപ്ലേസ് ദ ലെൻസ്. ഏത് ലെൻസ് വെച്ചിട്ട്? കോൺവെക്സ് ലെൻസ് ആണോ? നോക്കാം നമുക്ക്. എന്താ നിയർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ? നോക്കിക്കോ, നിയർ സൈറ്റഡ്നെസ് നമ്മൾ ഒരാളുടെ കണ്ണ് വരയ്ക്കാൻ പോകാം. കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കും ഞാൻ. ഓക്കെ, സോ നല്ല സൂപ്പർ വരയല്ലേ? സോ ദിസ് ഇസ് ഐ ഓഫ് എ മാൻ. സപ്പോസ് നമ്മുടെ ഐ എന്ന് വിചാരിക്കാം കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക് എന്താ റെമഡി നോക്കാം. പ്രോബ്ലം എന്താ? ആൾ അടുത്തുനിന്നാണ് റേ വരുന്നതെങ്കിൽ ആളുടെ ഇമേജ് എവിടെ ഫോം ചെയ്യുക? റെറ്റിനയിൽ പോയിട്ട് ഫോം ചെയ്യും. ഓക്കെ, അടുത്തുനിന്നാണ് ആളുടെ ഒബ്ജക്റ്റ് വരുന്നതെങ്കിൽ റെറ്റിനയിൽ പോയി ഫോം ചെയ്യുന്നു. ദൂരത്തുനിന്നാണ് വരുന്നതെങ്കിലോ ഡിഫക്റ്റ് ഉള്ള ഒരാൾക്ക് ദൂരത്തുനിന്ന് റേസ് വരുന്നതാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? നമ്മുടെ റെറ്റിനയുടെ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയുടെ മുന്നിൽ പോയിട്ടാണ് ഫോം ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? ആൾക്ക് കാണൂല അല്ലേ? കണ്ടാൽ തിരിയൂല, അതാ സംഭവിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇമേജ് എവിടെ ഫോം ചെയ്യില്ല? റെറ്റിനയിൽ ഫോം ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഏത് ലെൻസ് യൂസ് ചെയ്യണം? നമ്മുടെ റേനെ കുറച്ച് ഡൈവേർജ് ചെയ്യേണ്ടി വരും. വേണ്ടേ? ഇത് എവിടെ പോയിട്ടാണ് ഫോം ചെയ്യുന്നത്? റെറ്റിനയുടെ മുമ്പിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഡൈവേർജ് ചെയ്യണം. അപ്പം നമ്മൾ ആരെ യൂസ് ചെയ്യണം? ഡൈവേർജിങ് ലെൻസ് യൂസ് ചെയ്യണം. ഏതാ ഡൈവേർജിങ് ലെൻസ്? നമുക്കുള്ള ഡൈവേർജിങ് ലെൻസ് ഏതാ? ഗുഡ് ഫാത്തിമ ഷിഫാന, കോൺകേവ് ലെൻസ് ആണ് ഏത്? ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് അല്ലേ? സോ ഡൈവേർജിങ് ലെൻസ് ഈസ് ദി കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺകേവ് ലെൻസ് യൂസ് ചെയ്ത് എന്താ സംഭവിക്കുക? നോക്കിക്കോ. സോ ഐ ഈസ് ഹിയർ. അയ്യോ, സോ ഐ ഉണ്ട്. ഓക്കെ, സോ റേസ് വരികയാണ്. നമ്മൾ ആരെ യൂസ് ചെയ്തു? കോൺകേവ് ലെൻസിനെ യൂസ് ചെയ്തു. സോ റേസ് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ റേസിനെ കുറച്ചൊന്ന് ഡൈവേർജ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഡൈവേർജ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം? നമ്മുടെ റെറ്റിനയിൽ നേരെ പോയി ഫോം ചെയ്യും. കണ്ടോ? അപ്പോൾ എന്തായി? കോൺകേവ് ലെൻസ് യൂസ് ചെയ്ത സമയത്ത് എന്ത് കിട്ടി? ഫാത്തിമ ഷിഫാന പറഞ്ഞു, നെജ യൂനിസ് പറഞ്ഞു, കറക്റ്റ് ആൻസർ. കോൺകേവ് ലെൻസ് ആണ് എന്തിൻ്റെ കറക്റ്റ് ചെയ്യാനുള്ള നമുക്കിത്? നിയർ സൈറ്റഡ്നെസ് അഥവാ മയോപ്പിയ. സോ മയോപ്പിയ കറക്റ്റ് ചെയ്യാനുള്ള ലെൻസ് ഏതാ? കോൺകേവ് ലെൻസ് ആണ്. ഇനി മറന്നുമില്ലല്ലോ, എന്ത് ലെൻസ് യൂസ് ചെയ്യണം? നമുക്ക് ഡൈവേർജിങ് ലെൻസ് യൂസ് ചെയ്യണം. സോ ഡൈവേർജിങ് ലെൻസ് ഏതാ? കോൺകേവ് ലെൻസ് ആണ്. കൺവേർജിങ് ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. മാറിപ്പോവരുത് കേട്ടോ. ഡൈവേർജിങ് ആണ് ആര്? കോൺകേവ്. കൺവേർജിങ് ആണ് ആര്? കോൺവെക്സ്. ഉദയൻ കെ പി, ഹലോ. സോ നമ്മൾ കണ്ടത് നിയർ സൈറ്റഡ്നെസ്, മയോപ്പിയ അല്ലേ? എന്താ ഡിസീസ്? അടുത്തുള്ളത് കാണാം, ദൂരത്തുള്ളത് കാണാൻ പറ്റില്ല. കറക്റ്റ് ചെയ്യാനുള്ള ലെൻസ് ഏതാ? കോൺകേവ് ലെൻസ്. റെഡിയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് 2 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഏതൊരു ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാലും ലൈറ്റ് റിഫ്ലക്ട് ചെയ്തു പോകും അല്ലേ? എന്നാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിറ്റിക്കൽ ആംഗിളിലാണ് ഇൻസിഡന്റ് റേ വരുന്നതെങ്കിൽ ആ റേ എന്ത് ചെയ്യടാ? സർഫസിന് പാരലലായിട്ട് പോകും. അതല്ലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലേ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താ ടോട്ടൽ ഇന്റേണലിന്റെ റിഫ്ലക്ഷന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാ? പറഞ്ഞേ നോക്കട്ടെ, ആർക്കൊക്കെ അറിയാം? നോക്കട്ടെ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പറഞ്ഞേ നോക്കട്ടെ, ആർക്കൊക്കെ അറിയാം? നോക്കട്ടെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, വായിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്? എന്താ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഗുഡ് ഷിഫാന. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൽ യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. എന്താണെന്നറിയോ? നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, ഒപ്റ്റിക്കൽ ഫൈബർ നമ്മളെ ജിയോ ഫൈബേഴ്സ് ഒക്കെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൽ എന്താ സംഭവിക്കാന്നറിയോ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഇവിടുന്ന് ലൈറ്റ് കൊടുക്കും. ക്രിട്ടിക്കൽ ആംഗിളിലാണ് നമ്മൾ ലൈറ്റ് കൊടുക്കുക. ക്രിട്ടിക്കൽ ആംഗിളിൽ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ എത്തിയിട്ട് റിഫ്ലക്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. എൻഡ് ഓഫ് ദ പൈപ്പ് വരെ എന്ത് സംഭവിക്കും? ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവും
കിട്ടിയോ? സോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. രണ്ടാമതേതാ? ഫാത്തിമ ഷിഫാന എൻഡോസ്കോപ്പ്. ഗുഡ്, എൻഡോസ്കോപ്പി. അപ്പം മെഡിക്കൽ ഫീൽഡിൽ ആര് യൂസ് ചെയ്യുന്നുണ്ട്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ എൻഡോസ്കോപ്പി എന്താണ്? ഒരു റിഫ്ലക്ഷൻ ആണ്, പിന്നെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഷെമീജ സെല ബൈനോക്കുലർ എൻഡോസ്കോപ്പ്. ഹബീബി. ഗുഡ്. സോ എൻഡോസ്കോപ്പ്. അപ്പം മെഡിക്കൽ ഫീൽഡിൽ വേറൊന്നും കൂടെ ഉണ്ട്, എന്ത്? എൻഡോസ്കോപ്പി അല്ലേ? എൻഡോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പിന്നെന്താ ആപ്ലിക്കേഷൻ? പിന്നെ ഏതൊക്കെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നത്? ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് പോലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് എന്താ ചെയ്യുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽസ് പഠിച്ചോ? ഏതൊക്കെയാണ്? നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പി ഉണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉണ്ട്, ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്സ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്സും എന്തിൽ വരുന്നതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ വരുന്നതാണ്. കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്? സർക്യൂട്ട് എവിടെ? ഞാൻ വരച്ചു തരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഓക്കെ, എത്രയുണ്ട്? ഒരു 2 വോൾട്ട് വോൾട്ടേജ് ഉണ്ട്, 10 ഓം റെസിസ്റ്റർ ഉള്ള ഒരു സർക്യൂട്ട്. ഒരു സിമ്പിൾ സർക്യൂട്ട്, സിമ്പിൾ ക്വസ്റ്റ്യനാ, ഒന്നും ചെയ്യാനില്ല, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. സോ എന്തുണ്ട്? 10 ഓം റെസിസ്റ്റർ ഉണ്ട്, 2 വോൾട്ടേജ് എന്തുണ്ടടാ? EMF അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ട്. എന്താ സംഭവം? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ? വാട്ട് ഈസ് ദി ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്? ഈ സർക്യൂട്ടിലുള്ള കറണ്ട് എന്താണ്? ഈ സിമ്പിൾ ആയിട്ട് ഉണ്ടൂടെ? ഏതായാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏത് ലോ യൂസ് ചെയ്യേണ്ടത്? V = IR. അതേതാ ലോ? ഓംസ് ലോ ആണ്. സോ സിമ്പിൾ ലോ ആണ് എന്ത്? V = IR. നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിൽ വരേണ്ട ലോ ഏതാ? ഏത് ലോ? ഷാമിലായേ ഹായ്, ഹലോ. സോ ഏത് ലോ നമ്മൾ മനസ്സിൽ ആദ്യം വരേണ്ടതെന്ന് അറിയോ? ഓംസ് ലോ ആണ്. നിങ്ങൾ ഒരുവിധ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ആര് തരും? ഓംസ് ലോ തരും. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഇക്വേഷനിൽ മുട്ടിക്കുന്ന പെട്ടെന്നൊന്ന് ഓംസ് ലോ എടുത്ത് പ്രയോഗിച്ച് നോക്കിക്കേ. അല്ല, ഇപ്പോൾ ഹീറ്റ് ഇക്വേഷൻ നമുക്ക് പവർ ഇക്വേഷൻ ഉണ്ടാക്കണം. ഹീറ്റ് ഇക്വേഷൻ നമുക്ക് I²RT മാത്രമേ അറിയുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. ഓംസ് ലോ അറിഞ്ഞാൽ മതി. V = IR. അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റിൻ്റെ ബാക്കി ഇക്വേഷൻസ് കിട്ടൂലേ? സോ ഇവിടുത്തെ കറണ്ട് നമുക്ക് കാണാം. ആരോ കറണ്ടിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഷെമീജ സെല 0.2. വാ, വെരി ഗുഡ്. സോ V = IR ആണ്, റൈറ്റ്? സോ V = IR ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? കറണ്ട് കാണാനോ? സോ I = എന്താടാ? V/R ആണ് അല്ലേ? I = V/R ആണ്, റൈറ്റ്? സോ കറണ്ട് V/R. സോ കറണ്ട് കാണാം, നമുക്ക് വോൾട്ടേജ് ഉണ്ട് എത്രയാ? 2 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഉണ്ട് എത്രയാ? 10 ഓം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച് എടാ? 0.2 ഓം അല്ല, ആംപിയർ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 0.2 ആംപിയർ എന്ന് കിട്ടി. റെഡിയാണോ? വേറെ ആർക്കൊക്കെ കിട്ടി? ടീച്ചറുടെ നെയിം എന്താ? എൻ്റെ പേര് ഐദ. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ കിട്ടി? ആർക്കൊക്കെ കിട്ടി? കറണ്ട് എത്ര കിട്ടി? 0.2 ആംപിയർ എന്ന് ആർക്കൊക്കെ കിട്ടി? ഒന്ന് കൈ ഒന്നിച്ച് നോക്കട്ടെ, കൈ പൊക്കിയേ നോക്കട്ടെ. ആർക്കൊക്കെ കറണ്ട് = 0.2 കിട്ടി? ഷമീജ നേരത്തെ പറഞ്ഞു. വേറെ ആർക്കെങ്കിലും കിട്ടിയിരുന്നോ 0.2 എന്ന്? സോ ഇതാണെന്ത്? കറണ്ട് കാണാനുള്ള വഴി. ഗോട്ട് ഇറ്റ്? സോ ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്യൂട്ടിലെ സിമ്പിളായിട്ട് നമുക്ക് കറണ്ട് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ദ സർക്യൂട്ട് ഫോർ 20 മിനിറ്റ്സ്. അല്ലേ? കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ദി സർക്യൂട്ട് ഫോർ 20 മിനിറ്റ്സ്. ഗുഡ്. ഫാത്തിമ ഷിഫാനൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെ ആർക്കാ കിട്ടിയേ? ഗുഡ്. റോഷൻ. യെസ്, ഗുഡ്. പുരുഷോ? കിട്ടിയില്ലേ? ഏതായാലും ഓക്കെ, അടിപൊളി പേരാട്ടോ. ഫൈൻ. So what is the calculate the heat developed in the circuit for 20 minutes? 20 മിനിറ്റ് നേരത്തേക്ക് കറണ്ട് പാസ് ചെയ്യാണ്. ഫാത്തിമ ഷിഫാന, ഗുഡ്. സോ 20 മിനിറ്റ് നേരത്തേക്ക് കറണ്ട് പാസ് ചെയ്യാണ്. അപ്പോൾ ആ സർക്യൂട്ടിൽ ഉണ്ടായിട്ടുള്ള ഹീറ്റ് എത്രയാണെന്ന് കാണാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ കാണാം? മുഹമ്മദ് ജാസിം കിട്ടി. ഗുഡ്. ഞാൻ നിന്റെ പേര് എവിടെ നോക്കിയായിരുന്നു. ഓക്കെ, സോ ഷിഫാന, മുഹമ്മദ് ജാസിം, നജ യൂനുസ് ഇവിടെ പോയി നേരത്തെ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ. ഗുഡ്. ഓക്കെ, സോ നമുക്ക് വാട്ട് ഈസ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ദ സർക്യൂട്ട് ഫോർ 20 മിനിറ്റ്സ്? ഹീറ്റ് ഡെവലപ്ഡ് കാണാനുള്ള ഇക്വേഷൻ ഏതാ? സിന ആൻഡ് ലിയോ കിട്ടി. ഗുഡ്. സോ ഇക്വേഷൻ ഏതാ? നമുക്ക് H = നമ്മുടെ കയ്യിൽ എത്ര ഇക്വേഷൻ ഉണ്ട്? H = I²RT. വേറെ ഏതാ ഇക്വേഷൻ? H = V²/R × T. മൂന്നാമത്തെ ഇക്വേഷൻ ഏതാ? H = V × I. സോ H = I²RT ഉണ്ട്, H = V²/R × T ഉണ്ട്, H = V × I ഉണ്ട്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഉണ്ട്? നമ്മുടെ കയ്യിൽ എന്തൊക്കെ മാത്രമേ ഉള്ളൂ? V ഉണ്ട്, R ഉണ്ട്, I ഉണ്ട്. നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല.
അല്ലേ? നമുക്ക് ടൈം തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട് ഇല്ലേ? ഹീറ്റ് ഡെവലപ്ഡ് ഷമീജ് അപ്പോഴേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാ മോളെ കേട്ടോ. സോ ഹീറ്റ് ഡെവലപ്ഡ് കണ്ടോടാ. എന്ത് വെച്ചിട്ട് കാണാം? നമുക്ക് VIT വെച്ചിട്ട് കാണാം. സിമ്പിൾ ഇക്വേഷൻ അല്ലേ? സോ VIT വെച്ചിട്ട് കാണാം. വോൾട്ടേജ് എത്രയാണ് നമ്മുടെ? വോൾട്ടേജ് എത്രയാ? ദാറ്റ് ഈസ് 2 വോൾട്ട് ഇൻറ്റു കറണ്ട് എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടി? എത്രയായിരുന്നു? 0.2 ആംപിയർ ഇൻറ്റു ടൈം എത്രയാടാ? 20 മിനിറ്റ്സ് ആണ്. പക്ഷെ നിങ്ങൾക്ക് 20 മിനിറ്റ്സ് എന്ന് എഴുതാൻ പറ്റുമോ? 20 മിനിറ്റ്സ് എന്ന് എഴുതാൻ പറ്റുമോ? 4 ആംപിയർ. ഇഷാൻ ഇബ്രാഹിം 4 ആംപിയർ എന്തിൻ്റെ ആൻസറാണ് നീ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഫാത്തിമ ഷിഫാൻ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഏതാ നമുക്ക് നോക്കാം എന്നാലേ. സോ H is equal to V into I into T, that is equal to 2 into 0.2 into ടൈം എത്രയാടാ? 20 മിനിറ്റ്സ് ആണ്. സോ 20 ഇൻറ്റു ആരെ ചെയ്യണം നമ്മൾ? 60 ചെയ്യണം. അതെന്തിനാ? സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? മിനിറ്റിലല്ല നമ്മൾ ചെയ്യേണ്ടത്, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ V into I into T, that is equal to എത്ര വരും പറഞ്ഞേ? 2 into 20 40. 40 into 60 എത്ര വരും? 40 into 60 is, so 2 into 20 എത്രടാ? 40. 40 into 60 into 0.2 എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 24. എങ്ങനെയാണ് നിങ്ങൾ 40 into 60 ചെയ്യുക? ഞാൻ ചെയ്യില്ല, എങ്ങനെയാണെന്ന് അറിയോ? 6 into 4 ചെയ്യും, 24. എന്നിട്ട് ഈ 2 0 ഇട്ട് എടുക്കും. അപ്പോൾ 2400 കിട്ടി. ഇൻറ്റു 0.2 ഇൻറ്റു 0.2 എത്ര വരും? ഇൻറ്റു 0.2 ചെയ്യുമ്പം ആൻസർ വിൽ ബി 480 ജൂൾ. ആർക്കൊക്കെ കിട്ടി? 480 ജൂൾ ആർക്കൊക്കെ കിട്ടി? ഗുഡ് ഫാത്തിമ ഷിഫാന, 480 ജൂൾ കിട്ടി. അടിപൊളി. വേറെ ആർക്കാ കിട്ടിയത്? 2400 ഇൻറ്റു 0.2 ചെയ്യുമ്പോൾ 480 അല്ലേ കിട്ടുക? കാരണം എന്താ? 0.2 എന്ന് പറഞ്ഞാൽ എന്താ? 2/10 ആണ്, റൈറ്റ്? 0.2 is equal to 2/10. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്യാൻസൽ ചെയ്യാം മക്കളെ. 0.2 ആണ് കേട്ടോ, 0.2 ആണ്. സോ നമ്മൾ ഡെസിമൽ വന്നു, അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക, കൂടല്ല ചെയ്യുക. സോ 480 ജൂൾ. ഹബീബി MRC, ഗുഡ്. 480 ജൂൾ ഇസ് ദ ആൻസർ. ദെൻ ജാസിമിന് കിട്ടി. വേറെ റോഷൻ ഷാജി, വെരി ഗുഡ്. സോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാടാ? 480 ജൂൾ. സിമ്പിൾ അല്ലേ? നമുക്ക് ഹീറ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ സിമ്പിൾ അല്ലേ? ചെറിയൊരു ഇക്വേഷൻ പഠിച്ചാൽ മതി, 3 ഇക്വേഷൻ പഠിച്ചാൽ മതി അല്ലേ? സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. നിങ്ങൾക്ക് അറിയാം അല്ലേ? ഏതാ പ്രിൻസിപ്പിൾ? ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണോ മാം? നിങ്ങൾക്ക് സർക്യൂട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും എന്തായാലും. ജൂൾസ് ലോ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരേണ്ടതാണ് മിക്കവാറും. കാരണം നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞതാണ് ജൂൾസ് ലോ അല്ലേ? അപ്പോൾ ഒരു പ്രോബ്ലം എന്തായാലും പ്രതീക്ഷിച്ചോ, വരേണ്ടതാണ്. ഓക്കെ, ജൂൾസ് ലോയും പവറിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം വരേണ്ടതാണ്. കറണ്ട് കാണാൻ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനും, കറണ്ട് കാണാനും, വോൾട്ടേജ് കാണാനും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. ആ പാർട്ട് ഒന്ന് നന്നായിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം നമുക്ക്. whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. അപ്പോൾ ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യുക? അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്ററിലാണ്. ഗുഡ് ഫാത്തിമ ഷിഫാന. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എന്ത്? ഇവിടുത്തെ പ്രിൻസിപ്പിൾ അല്ലേ? സോ വാട്ട് ഈസ് ദ ഫിനോമിന കോൾഡ്? ഏതാ ഫിനോമിന? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, EMI എന്ന് നമ്മൾ സ്നേഹത്തിൽ വിളിക്കും അല്ലേ? EMI അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എന്താടാ? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? സോ ദാറ്റ് ഈസ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഗുഡ് റോഷൻ ഷാജി, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നെയിം എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിൻ്റെ പേര് പറഞ്ഞേ. ആരോ പറഞ്ഞിട്ടുണ്ട്? യെസ്, ഫാത്തിമ ഷിഫാന, ജനറേറ്റർ കറക്റ്റ്. മുഹമ്മദ് ജാസിം, ജനറേറ്റർ കറക്റ്റ് ആണ്. സോ EMIയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താടാ? ഒരു ഡിവൈസിൻ്റെ പേരെന്താടാ? ജനറേറ്റർ അല്ലേ? ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഹായ് മിസ് അജിക്സ് അമൽ, AJX അമൽ. ഓക്കെ, ഹായ് റോഷൻ ഷാജി, ഗുഡ്. ജനറേറ്റർ. Deepak, generator, good. Okay, so name a device that works on this principle. ഏത് പ്രിൻസിപ്പിളാ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഏതാ അതിൽ വർക്ക് ചെയ്യുന്നത്? ജനറേറ്റർ ആണ് അല്ലേ? മറന്നുപോയില്ലല്ലോ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്നത് ആരാടാ? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ല, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. മാറിപ്പോയാ? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലല്ലോ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 കോയിൽ തമ്മിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്ന സമയത്തല്ലേ? ഇതൊരൊറ്റ കോയിലേ ഉള്ളൂ. അതേതാടാ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് കേട്ടോ ഷമീജ. ഓക്കെ, സോ ജനറേറ്റർ എല്ലാവരും പറയുന്നുണ്ടല്ലോ. മെൽവിൻ മാത്യൂസ്, ജനറേറ്റർ, ഗുഡ്. ഡാനിയ ജോസഫ്, AC മോട്ടോർ. നസീഫ ലത്തീഫ്, ജനറേറ്റർ, ഗുഡ്. എവ്രിവൺ ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമ്മൾ. ചൂസ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് വിത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ
Okay, so choose the statements related with nuclear fusion. Nuclear fusion ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് പറഞ്ഞത്. എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ? EMI അല്ലേ EMF? ഞാൻ EMI എന്ന് പറഞ്ഞോ? ഐ എം സോറി. ഓക്കെ, ഐ എം സോറി. ഞാൻ EMF എന്നാണ് ഉദ്ദേശിച്ചത്. വന്നത് EMI ആണെങ്കിൽ ഐ എം സോറി കേട്ടോ. ഓക്കെ, ജനറേറ്റർ അപ്പം ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ചൂസ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് വിത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഫ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താ? തമ്മിലിടിക്കുകയാണ്. അപ്പോൾ തമ്മിലിടിക്കണമെങ്കിൽ ആരായിരിക്കണം? കുഞ്ഞു ന്യൂക്ലിയസുകൾ വന്നിട്ട് ഇടിച്ചിട്ട് വലിയ ന്യൂക്ലിയസ് ആയി മാറുന്നതാണ് എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. റെഡിയാണോ? സോ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്, രണ്ടാളും കൂടെ കൂടിച്ചേരാണ്. അപ്പോൾ കൂടിച്ചേരണമെങ്കിൽ എന്തായിരിക്കണം? ലൈറ്റർ ന്യൂക്ലിയസ് ആയിരിക്കണം. സോ ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? എന്താ അപ്പം ന്യൂക്ലിയർ ഫിഷൻ ഉണ്ട് നമുക്ക്. എന്താ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ? വലിയ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുഞ്ഞിതാവുന്നതാണ് എന്താടാ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും നിങ്ങൾക്ക് കുറച്ച് വലിയ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് കുറേ പഠിക്കാനുള്ള സാധനമാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. സോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്തായിരുന്നു? ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ടു ഫോം ബിഗ് ന്യൂക്ലിയസ്. ന്യൂക്ലിയർ ഫിഷൻ എന്തായിരുന്നു? ബിഗ് ന്യൂക്ലിയസ് സ്പ്ലിറ്റിംഗ് ടു ഫോം സ്മോളർ ന്യൂക്ലിയസസ്. റെഡിയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചൂസ് ദ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ന്യൂക്ലിയൈ ഓഫ് ഗ്രേറ്റർ മാസ് സ്പ്ലിറ്റ്സ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയൈ. നമ്മളിപ്പം പറഞ്ഞു അല്ലേ? ന്യൂക്ലിയസ് ഓഫ് ഗ്രേറ്റർ മാസ്, വലിയ മാസിലെ ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? സ്പ്ലിറ്റ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയൈ. ഏതാ പ്രോസസ്സ്? ഫ്യൂഷൻ ആണോ? അല്ല, ദാറ്റ് ഈസ് ഫിഷൻ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടതല്ല. നമ്മളോട് ചോദിച്ചാൽ എന്താ? ഫ്യൂഷൻ്റെതാ അല്ലേ? ഫിഷൻ നമ്മളോട് ചോദിച്ചിട്ടില്ല. സോ ഈ സ്റ്റേറ്റ്മെന്റ് ആരുടേതാണ്? ഫിഷൻ്റെതാണ്, നമുക്ക് വേണ്ട. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാലോ? ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ടു ഫോം ഹെവിയർ വൺ. കിട്ടി അല്ലേ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താ സംഭവിക്കുക? ലൈറ്റർ ന്യൂക്ലിയർ വിൽ ബി കമ്പൈനിങ് ടു ഫോം എ ഹെവിയർ ന്യൂക്ലിയസ്. അപ്പം നമുക്ക് വേണ്ടി ഒരാളെ കിട്ടി. ആരാ? നമ്പർ 2. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ. എന്താ? പ്രോസസ് ബിഹൈൻഡ് എനർജി പ്രൊഡക്ഷൻ ഇൻ സ്റ്റാർസ്. ഏതാ? ഫ്യൂഷൻ ആണോ ഫിഷൻ ആണോ? സ്റ്റാർസിൽ ഏതാടാ? ഫ്യൂഷൻ ആണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കിട്ടി. അപ്പോൾ സ്റ്റാർസിലുള്ള എനർജി ഫോർമേഷൻ്റെ കാരണം എന്താ? എനർജി ഫോർമേഷൻ്റെ കാരണം എന്താ? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്, ഫിഷൻ അല്ല. ഫിഷൻ എന്തിലാണുള്ളത്? അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ്. എന്താ ആറ്റം ബോംബ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പം ഭയങ്കര യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? സോ എന്താ ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ? ഫിഷനാണ് നടക്കുന്നത്. ഫ്യൂഷൻ ആണോ? അല്ല, ഫിഷനാണ്. അൺകൺട്രോൾഡ് ഫിഷൻ റിയാക്ഷൻ ആണ് എന്തിൽ? ആറ്റം ബോംബിൽ നടക്കുക. എന്താ സംഭവിക്കുക? ന്യൂക്ലിയസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഭയങ്കര എക്സ്പ്ലോഷനാണ് അല്ലേ? ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനിൽ നിന്ന് നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. വി നീഡ് ഓൺലി ദ 2, 1. ഏതൊക്കെയാടാ? ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈനിങ് ടു ഫോം ഹെവിയർ ന്യൂക്ലിയസ്. എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രോസസ് ബിഹൈൻഡ് എനർജി പ്രൊഡക്ഷൻ ഇൻ സ്റ്റാർസ്. ഇത് രണ്ടും എന്തിൻ്റെതാടാ? നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് അവർ ഐസ് വി ക്യാൻ സീ ദ ഒബ്ജെക്ട്സ് ക്ലിയർലി. നമുക്കൊരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിൻ്റെ എന്ത് കഴിവാണ്? പവർ ഓഫ് അക്കോമഡേഷൻ ആണ്. Okay, lighter nuclei combine to form the heavier one. Deepak, good answer. Okay, fine. So subject ഏതാണോ? ഫിസിക്സ് ആടാ. മനസ്സിലായില്ല നിങ്ങൾക്ക് ഫിസിക്സ് ആണെന്ന്? ഗുഡ്, അടിപൊളി. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് അവർ ഐസ് വി ക്യാൻ സീ ദ ഒബ്ജെക്ട്സ് ക്ലിയർലി. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് മെൻ ബൈ പവർ ഓഫ് അക്കോമഡേഷൻ? എന്താ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ. What is power of accommodation? എന്താ? The ability of our eyes to form the images on the retina by adjusting the focal length. അല്ലേ? ആ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? ഇമേജ് നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യാനുള്ള നമ്മുടെ കണ്ണിൻ്റെ കഴിവാണ് എന്താടാ? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ പഠിച്ചുകൊണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഓഫ് അക്കോമഡേഷൻ എന്താ? പവർ ഓഫ് അക്കോമഡേഷൻ ദ എബിലിറ്റി ഓഫ് അവർ ഐ ടു ഫോം ദ ഇമേജ് ഓൺ റെറ്റിന ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ആൻഡ് കർവേച്ചർ. റെഡിയാണോ? Good Fatima Shifana, very good. Next question എന്താ? How is power of accommodation related to ciliary muscles?
നമ്മുടെ സിലിയറി മസിൽസുമായിട്ട് ഈ പവർ ഓഫ് അക്കോമഡേഷൻ എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്? സിലിയറി മസിൽസ് എന്ത് ചെയ്യും? എന്താ ചെയ്യുക? നമ്മളിപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് സിലിയറി മസിൽസ് എന്താ ചെയ്യുക? കോൺട്രാക്ട് ചെയ്യാണോ ചെയ്യുക, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാണോ ചെയ്യുക? സിലിയറി മസിൽസ് വിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കർവേച്ചർ കൂടും അല്ലേ? സോ സിലിയറി മസിൽസ് എന്താ ചെയ്യുക? സിലിയറി മസിൽസ് കോൺട്രാക്ട് അല്ലേ? സിലിയറി മസിൽസ് കോൺട്രാക്ട്. അപ്പോൾ എന്ത് ചെയ്യും? കർവേച്ചർ ഇൻക്രീസസ്. അപ്പോൾ ഫോക്കൽ ലെങ്തോ? അടുത്തുള്ളത് കാണാനും നമുക്ക് ഫോക്കൽ ലെങ്ത് കൂടുതൽ വേണോ? വേണ്ട, കുറച്ച് മതി. സോ ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. ഇതാണ് ആരുടെ പണി? നമ്മുടെ സിലിയറി മസിൽസിൻ്റെ പണി അല്ലേ? അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യൂടാ? നമ്മുടെ സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ കർവേച്ചർ കൂടും. അപ്പോൾ ആര് കുറയും? ഫോക്കൽ ലെങ്ത് കുറയും. ഓക്കെ ആണോ? രണ്ടാമത്തോ, നമ്മൾ ലോങ്ങിൽ ഡിസ്റ്റൻസിലുള്ള ഒരു സാധനം നോക്കുകയാണെങ്കിലോ എന്താ സംഭവിക്കുക? സിലിയറി മസിൽസ് വിൽ റിലാക്സ്, റൈറ്റ്? സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. ഓക്കെ, സോ ഐസ് എബിലിറ്റി ടു ഫോക്കസ് ഓൺ റെറ്റിന, മുഹമ്മദ് ജാസിം, ഗുഡ്. ഡിക്രീസ് ചെയ്യും. ഗുഡ്. സോ നെക്സ്റ്റ് വൺ, പവർ ഓഫ്, നമ്മൾ ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റ് കാണുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മൾ ദൂരത്തുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? സിലിയറി മസിൽസ് വിൽ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാലോ കർവേച്ചർ എന്ത് ചെയ്യൂടാ? കർവേച്ചർ വിൽ ഡിക്രീസ്. ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടുകടാ? ഫോക്കൽ ലെങ്ത് വിൽ ഇൻക്രീസ്, റൈറ്റ്? സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിലിയറി മസിൽസ് പവർ ഓഫ് അക്കോമഡേഷന് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മലയാളം പറയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത്. നമ്മുടെ ഒപ്റ്റിക്സിലെ പ്രോബ്ലം ആണ്, റിഫ്ലക്ഷനിലെ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയുള്ള സാധനമായിരിക്കില്ല റിഫ്ലക്ഷനും റിഫ്രാക്ഷനിലൊക്കെ ഉള്ള പ്രോബ്ലം അല്ലേ? നമ്മൾ നേരത്തെ ഒരു എന്ത് പറഞ്ഞിട്ട്? റിലാക്സ്. ഗുഡ് ജാസിം, റിലാക്സ് ആയിരുന്നു ആൻസർ കേട്ടോ. സോ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം കണ്ടായിരുന്നു അല്ല, പ്രോബ്ലം അല്ല, ഞാനൊരു ട്രിക്ക് പറഞ്ഞതായിരുന്നു തുടക്കത്തിലെ സമയത്ത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാനൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? നമ്മൾ ഈ റിലേഷനൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക് ആദ്യം. എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 cm. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എൻ ഇമേജ് ഓൺ ദ സ്ക്രീൻ. ദ സൈസ് ഓഫ് ദ ഇമേജ് ഇസ് ട്വൈസ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത്? ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ആണ്. ഇത് 10th ക്ലാസ് ആട്ടോ. സോ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? എഫ് തന്നിട്ടുണ്ടടാ. എത്രയെന്ന്? 15. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ആണ്. സൈൻ കൺവെൻഷൻ മറക്കാൻ പാടില്ല. ഓക്കെ, സൈൻ കൺവെൻഷൻ ഒരിക്കലും വിടാൻ പാടില്ല. സൈൻ കൺവെൻഷൻ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളോട് മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഫൈൻ. So, it is used to obtain an image on the screen. The size of the image is twice the size of the object. Object in the size in the 2 മടങ്ങുണ്ട് എന്താടാ? image in the size എന്ന് അല്ലേ? Right? So, we have focal length തന്നിട്ടുണ്ട്. പിന്നെ എന്താടാ തന്നിട്ടുള്ളത്? Magnification അല്ലേ? Twice the size of the object പറഞ്ഞാൽ എന്താ? Magnification ആണ്. Magnification എന്താണെന്നാ പറഞ്ഞത്? 2 ആണെന്നാ പറഞ്ഞത്. Twice the size of object എന്നാ പറഞ്ഞത്. Right? ട്രിക്ക് കണ്ടില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാണാത്തവർക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം കണ്ടവരൊന്ന് ക്ഷമിച്ചോ. ഓക്കെ, നമുക്ക് മിറർ ഫോർമുല ഉണ്ട്, ലെൻസ് ഫോർമുല ഉണ്ട് അല്ലേ? മിറർ ഫോർമുല നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കുക. മിറർ മാഗ്നിഫിക്കേഷൻ മൈനസ്. അപ്പം മാഗ്നിഫിക്കേഷൻ മൈനസ് ആണ്, മിറർ ഫോർമുല പ്ലസ് ആണ്. മാഗ്നിഫിക്കേഷൻ മൈനസ് ആയാൽ മിറർ ഫോർമുല പ്ലസ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവില്ല എപ്പോഴായിരിക്കും? അപ്പോൾ ലെൻസിലായിരിക്കും. സോ മിററും ഉണ്ട്, ലെൻസും ഉണ്ട്. ഓക്കെ, സോ മിറർ മാഗ്നിഫിക്കേഷൻ ഇസ് നെഗറ്റീവ്. മിറർ മാഗ്നിഫിക്കേഷൻ ഇസ് മൈനസ്. സോ എന്ന് ആലോചിച്ച് നോക്കാം. മിറർ മാഗ്നിഫിക്കേഷൻ മൈനസ്. അപ്പം മിറർ മൈനസ് ആണെങ്കിൽ അതിൻ്റെ ഫോർമുല പ്ലസ് ആക്കുക. അപ്പം ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മുടെ ലെൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ എം പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ഫോർമുല എന്താക്കുക? നെഗറ്റീവ് ആക്കുക. കിട്ടിയോ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനോടെ it is used to obtain an image on the screen. The size of the image is twice the size of the object. Okay, so question number 1 and find out the distance between lens and the object. ഏതാ ഒബ്ജക്റ്റും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ്? u ആണ് അല്ലേ? ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ഒബ്ജക്റ്റ്. നമുക്ക് u കാണണം. എന്താ u എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. v എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. സോ വി ഹാവ് യു. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ യു കാണാനാണ് പറഞ്ഞത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ടൈം എത്രയായി? 7:30. ഓക്കെ ഫൈൻ. സോ നമുക്ക് മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് ഫോർമുല ഉണ്ട്. ഏതാ ഫോർമുല? ഇവിടെ മാഗ്നിഫിക്കേഷൻ നമുക്ക് 2 ആണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ അല്ലേ. മാഗ്നിഫിക്കേഷൻ 2 ആണ് തന്നിട്ടുള്ളത്. എന്ത് ലെൻസ് ആണടാ? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ത് ഇമേജാണ് ഫോം ചെയ്യുക? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്. സോ എം ഇസ് ഈക്വൽ ടു -2. അപ്പം നമുക്ക് ഇക്വേഷൻ ഉണ്ട് എന്ത്? എം ഈസ് ഈക്വൽ ടു v/u എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ലെൻസിൽ എന്താ മാഗ്നിഫിക്കേഷൻ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? മിറർ മാഗ്നിഫിക്കേഷൻ മൈനസ് എന്നാണ്. അപ്പോൾ ലെൻസിൽ എന്താടാ? പോസിറ്റീവ് ആണ്. സോ v/u ആണ്. ഇത് എത്രയാടാ? -2 ആണ്. കാരണം എന്താ? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ത് ഇമേജാണ് ഉണ്ടാക്കുക? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് പിന്നെ കഴിച്ചോളാം, നിങ്ങളെ പഠിപ്പിക്കട്ടെ, എന്നിട്ട് കഴിക്കാം കേട്ടോ. ഓക്കെ. സോ എം ഇസ് ഈക്വൽ ടു v/u ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -2. എങ്ങനെ മൈനസ് ആയത്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയതുകൊണ്ടാണ് മൈനസ് ആയത് അല്ലേ. സോ മാഗ്നിഫിക്കേഷൻ ഇസ് -2. ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് വന്നു v/u. ഇവിടുന്ന് എങ്ങനെ കാണാം നമുക്ക്? വി ക്യാൻ റൈറ്റ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏതായിരുന്നു? യു കാണാനാണ് അല്ലേ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യു കാണാനാണ്. അപ്പം നമുക്ക് ഏത് കാണാൻ പറ്റുവാടാ? ഏത് കണ്ടാൽ മതി? നമ്മൾ വിക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. വി ഈസ് ഈക്വൽ ടു -2u എന്ന് എഴുതാൻ നമുക്ക് എഴുതാൻ പറ്റുമോ? വി ഈസ് ഈക്വൽ ടു -2u എന്ന് എഴുതാൻ പറ്റുമോ? ആ സുഖമാണോടാ? സുഖമൊക്കെ നമ്മൾ പിന്നെ ചോദിക്കട്ടെ. അപ്പം നിങ്ങൾ പഠിക്കും. സോ വി ഈസ് ഈക്വൽ ടു -2u ആണ്. റെഡിയാണോ? നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്ത്? ലെൻസ് ഫോർമുല ഉണ്ട്. ലെൻസ് ഫോർമുല എന്താ പറയുന്നത്? 1/f ഇസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. എങ്ങനെയാണ് മൈനസ് ആയത്? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ലെൻസ് ഫോർമുല എന്താടാ? മൈനസ് ആണ്. റെഡിയാണോ? ഓർക്കാൻ സുഖമല്ലേ? അപ്പോൾ ട്രിക്ക് ആലോചിച്ച് വെക്കാം കേട്ടോ. മിറർ മാഗ്നിഫിക്കേഷൻ മൈനസ്. അപ്പം മിറർ മൈനസ് ആണെങ്കിൽ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ വിൽ ബി പോസിറ്റീവ്. സോ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്ത്? v ഈസ് ഈക്വൽ ടു -2u. റെഡിയാണോ? എല്ലാ ചാപ്റ്ററും റിവിഷൻ ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതിൽ പറയാം. അതിന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. സോ v ഈസ് ഈക്വൽ ടു -2u. ഇക്വേഷൻ ഉണ്ട് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u എന്ന് അല്ലേ. സോ 1/v എന്താടാ? 1/-2u മൈനസ് 1/u എന്ന് വരും. റെഡിയാണോ? ഈ 1/uനെ നമുക്ക് എന്ത് ചെയ്യണം? *2 അറിയില്ലേ? *2 എന്തിനാ? ഇതിന് 2u ആക്കാനാ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. സോ 1/-2u ഇസ് ഈക്വൽ ടു 1 × 2/u × 2. അപ്പോൾ എത്രയാടാ? 1/-2u മൈനസ് 1/2u എന്ന് വന്നു അല്ലേ. അപ്പോൾ എന്താ വരിക? സോറി, -2/2u ആണ്. ഓക്കെ. സോ ഇതെന്തായിരിക്കും ഫൈനൽ ആൻസർ? -1/2u മൈനസ് 2/2u. എത്ര വരിക? -1 -3. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് -3 അല്ലേ. -1 പ്ലസ് -2 അതായത് -3/2u എന്ന് വരും. റെഡിയാണോ? -3/2u കിട്ടിയോ? -3/2u എന്ന് പറഞ്ഞാൽ എന്താടാ? 1/15 ആണ്. 1/15 എങ്ങനെയായി? ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നല്ലേ ഫോക്കൽ ലെങ്തിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് അല്ലേ. സോ 1/15 ഈസ് ഈക്വൽ ടു -3/2u കിട്ടി. ഇവിടെ നിന്ന് ആരെ കാണാടാ? സിമ്പിളായിട്ട് കാണാരെ യുവിനെ കാണാം. എങ്ങനെ കാണും? 2u ഈസ് ഈക്വൽ ടു -3 × 45 അല്ലേ. 2u ഈസ് ഈക്വൽ ടു -3 × 45. റെഡിയാണോ? ഓക്കെ ആണോ? 1 സെക്കൻഡ് കേട്ടോ. സോ 2u ഈസ് ഈക്വൽ ടു -3 × 45 വന്നു. അപ്പോൾ u നമുക്ക് എങ്ങനെ കാണാം? u ഈസ് ഈക്വൽ ടു -3/2 × 45 എന്ന് വരും. ആം ഐ റൈറ്റ്? റെഡിയാണോ? ഓക്കെ ആണോ? ഓക്കെ. സോ -3/2 × 45 എന്ന് വരും. ആം ഐ റൈറ്റ്? ശരിയാണോ? നിങ്ങൾക്കൊക്കെ കിട്ടിയ ആൻസർ? മിസ് ഏതാ ചാപ്റ്റർ? ഈ ചാപ്റ്റർ ഏതാടാ? നമ്മൾ ഒപ്റ്റിക്സിൻ്റെ ചാപ്റ്റർ അല്ലേ? റൈറ്റ്. സോ എന്ത് വരും പറഞ്ഞേ? So -3/2 × 45 വന്നു. So u is equal to -3 × 45. -3 × 45 അല്ലടാ, -3 × 50 എന്ന് പറഞ്ഞാൽ 45 അല്ലേ? What blunders I am writing, right? Okay. So -3 × 50 എന്ന് പറഞ്ഞാൽ എന്താടാ? 45 ആണ്. റൈറ്റ്?
So this is minus 45. U simple ആയിട്ട് കാണാം അല്ലേ? U എങ്ങനെ കാണാം? U is equal to minus 45 by 2 which is equal to minus 22.5. റെഡി അല്ലേ? minus 22.5 ഏത് ഡിസ്റ്റൻസാ? ഇമേജ് ഡിസ്റ്റൻസ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു? ഇമേജ് ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏതായിരുന്നു? ഇമേജ് ഡിസ്റ്റൻസ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെൻസ് ടു ദ ഇമേജ്. ഏതാ ചോദിച്ചത്? വി ആ ചോദിച്ചത്. നമ്മൾ വിക്ക് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതായിരുന്നത്? V is equal to minus 2u എന്ന് എഴുതിയില്ലേ നമ്മൾ? ദാ V is equal to minus 2u. നേരെ കൊടുത്താൽ പോരെ. U എത്രയുടെ? 22.5 ആണ്. അപ്പോൾ V എത്ര കിട്ടും? This is equal to minus 45. റെഡിയാണോ? minus 45 minus 2 into minus 2. ഓക്കെ, മൈനസ് അല്ല, പ്ലസ് 45 ആണ്. V is equal to minus 2u ആണ്. സോ minus 2 into minus 22.5 which will be equal to plus 45. ഏതാടാ? ഇമേജ് ഡിസ്റ്റൻസ്. റെഡിയാണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വെരിഫൈ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് യൂസിങ് ലെൻസ് ഫോർമുല. ലെൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഫോക്കൽ ലെങ്ത് വെരിഫൈ ചെയ്യാൻ എങ്ങനെയാ ചെയ്യുക? നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മളെ ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ കൊടുത്തോ? ഏതാ ഇക്വേഷൻ? 1/f is equal to 1/v minus 1/u. റെഡിയാണോ? എഫ് എന്താടാ? 15 ആണ്. സോ 1/15 is equal to 1/45 minus 1/22.5. u മൈനസ് അല്ലേ? അല്ലേ? സോ 1/45 പ്ലസ് മൈനസ് 1/22.5 മൈനസ് പ്ലസ് 22.5. ഈ മൈനസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. സോ പ്ലസ് ആയി. നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഇൻറ്റു 2 എഴുതാം നമുക്ക് അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 1/45 പ്ലസ് എത്ര വരുവാടാ? 2/45. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കൂലേ? ഓക്കെ, സോ ഇത് ചെയ്യാനൊന്നുമില്ല. ദിസ് ഈസ് ഈക്വൽ ടു 3/45 വിച്ച് ഈസ് ഈക്വൽ ടു 1/15. 1/f ഈസ് ഈക്വൽ ടു 1/15. എഫ് എന്താന്ന് തന്നെ കിട്ടി നമുക്ക്? പ്ലസ് 15 ആണ് കിട്ടി. കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം നമുക്ക്. ഇൻ എ ഹൗസ് 5 lamps of 60 watt used in 3 hours and 6 lamps of 40 watt are used in 5 hours daily. Which is the device used to measure the used electric current? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 5 ലാമ്പ് ഉണ്ട്, 5 ബൾബ് ഉണ്ട്. ആ ബൾബിൻ്റെ 60 വാട്ട് ബൾബാണ് 3 മണിക്കൂർ യൂസ് ചെയ്തു എല്ലാ ദിവസവും. ഓക്കെ. പിന്നെ 6 ലാംപ്സ് ഉണ്ട്, 40 വാട്ട് 5 ഹവേഴ്സ് ആണ്. എത്രാമത്തെ ചാപ്റ്റർ ആണെന്നോ? മോളെ ഞങ്ങളല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ മിസ് ഒരു ഹായ് പറയോ? ഹലോ റഷാദ്. ഓക്കെ, സോ നമുക്ക് ഒരു വീട്ടിൽ 5 ലാമ്പ് ഉണ്ട്, 60 വാട്ടാണ്. എത്ര മണിക്കൂർ വർക്ക് ചെയ്തടാ? 3 മണിക്കൂർ വർക്ക് ചെയ്തു. അടുത്തത് എന്താ? 6 ലാമ്പ് ഉണ്ട്, 40 വാട്ടാണ്, 5 മണിക്കൂർ വർക്ക് ചെയ്തു. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഇസ് ദ ഡിവൈസ് യൂസ് ടു മെഷർ ദ ഇലക്ട്രിക് കറണ്ട്? നിങ്ങളെ വീട്ടിലൊക്കെ ഏത് സാധനമാണ് ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്യുന്നത്? ഗുഡ് നിത, വാട്ട് അവർ മീറ്റർ. ഓക്കെ, കിലോ വാട്ട് അവർ മീറ്റർ ആണ് കേട്ടോ. കിലോ വാട്ട് അവർ മീറ്റർ ആണ് നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. റെഡി അല്ലേടാ? കിലോ വാട്ട് അവർ മീറ്റർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് കറണ്ട് യൂസ്ഡ് ഫോർ 30 days. ഒരു മാസം ഈ 2 ബൾബ് ഉണ്ടാക്കുന്ന കറണ്ട് എത്രയാണെന്ന് കാണണം. എങ്ങനെയാ? എത്ര യൂണിറ്റ് കറണ്ട് ഉണ്ടെന്ന് കാണാൻ നമ്മുടെ ഇക്വേഷൻ എന്താടാ? പവർ ഇൻറ്റു വർക്കിംഗ് ടൈം ഡിവൈഡഡ് ബൈ 1000 അല്ലേ? നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എങ്ങനെ കാണാം? ദിസ് ഈസ് ഈക്വൽ ടു പവർ എത്രയാടാ? ഒരു ലാമ്പിൻ്റെ കാണാം നമുക്ക്. ഫസ്റ്റ് ലാമ്പിൻ്റെ കാണാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു മാസത്തത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഡെയിലി ചെയ്യുന്ന കണക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ദിവസം വർക്ക് ചെയ്യുന്ന കാണുക, എന്നിട്ട് അതിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഒരു മാസത്തത് കിട്ടും. റെഡിയല്ലേ? സോ നമുക്ക് ഫസ്റ്റ് ദിവസത്തെ കണ്ടാലോ? ഒരു ദിവസത്തെ എന്ത് കാണാടാ? 5 ലാമ്പിൻ്റെ കാണാം കേട്ടോ. 60 വാട്ടിൻ്റെ ലാമ്പിൻ്റെത് എങ്ങനെ കാണാം? 1 day for 1 day 5 into 60 into 3/1000. റെഡിയാണോ? എന്താ വരിക? കട്ട് ചെയ്തോ? സീറോസ് കട്ട് ചെയ്തോ? 100ഉം 5ഉം കട്ട് ചെയ്യാം. 20 ആവൂലേടാ? ആവൂലേ? നമുക്ക് പിന്നെയും കട്ട് ചെയ്യാം. 6ൽ എത്ര വരും? 3. ഇവിടെ 10 വരും. എത്ര വരടാ ഫൈനൽ? 9/10. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 യൂണിറ്റ്. ആരുണ്ടാക്കി? നമ്മുടെ 60 വാട്ട് ബൾബ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി. റെഡിയാണോ? ഇനി അടുത്ത ബൾബ് നോക്കിയാലോ? 40 വാട്ട് ബൾബ് 6 എണ്ണം ഉണ്ട്. റൈറ്റ്? 40 വാട്ട് ബൾബ് 6 എണ്ണം ഉണ്ട്. സോ പവർ കാണാം നമുക്ക്. പവർ അല്ല, ഐ മീൻ കറണ്ടിൻ്റെ യൂണിറ്റ് കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ബൾബ് ഉണ്ട്, 40 വാട്ടാണ്. എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തത്? 5 മണിക്കൂർ. ബൈ 1000 ഇട്ടോ, കട്ട് ചെയ്തോ സീറോസ്, ബാക്കി എന്ത് വരും? 120. ആൻസർ എത്ര വരും ഇവിടെ? 4 20. പിന്നെയും കട്ട് ചെയ്തോ 1/5. ആൻസർ 6/5. എത്ര ഇട്ടു? 6/5 ചെയ്താൽ 1.2 ആണ് കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1.2 യൂണിറ്റ് വരും. റെഡിയാണോ?
1.2 യൂണിറ്റ് വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി നേരത്തെ? ഒരു ദിവസം ഈ 2 ബൾബും കൂടെ ഉണ്ടാക്കുന്ന യൂണിറ്റ് എത്രയാണ്? അപ്പോൾ ഒരു ദിവസം 2 ബൾബും കൂടെ 0.9 + 1.2 വിച്ച് വിൽ ബി ഈക്വൽ ടു 2.1 യൂണിറ്റ്സ്. ഇത് എത്ര ദിവസത്തേക്കാ? ഒരു ദിവസത്തേക്കാ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു മാസത്തേക്കാ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? ഇതിന് ഇൻറ്റു 30 ചെയ്താൽ മതി. സോ 2.1 ഇൻറ്റു 30 റെഡിയാണോ? എത്ര ആൻസർ കിട്ടുക? 2.1 ഇൻറ്റു 30 ദിസ് വിൽ ബി 63 യൂണിറ്റ്സ്. കാൽക്കുലേഷനൊക്കെ നിങ്ങൾ പൊളിയല്ലേ? ഞാൻ പഠിപ്പിച്ചു തരണ്ടല്ലോ അല്ലേ? സോ 63 യൂണിറ്റ്സ് റെഡിയാണോ? ഓക്കെ ആണോ? സോ നമുക്ക് കറണ്ട് കിട്ടിയില്ലേ? എത്ര യൂണിറ്റ് കറണ്ട് ഉണ്ടാക്കും? 63 യൂണിറ്റ് കറണ്ട് ഉണ്ടാക്കും. അപ്പോൾ ശ്രദ്ധിച്ചു, ഇനി വീട്ടിലൊക്കെ ബൾബ് ഓൺ ചെയ്തിടുമ്പോൾ എന്ത് ചെയ്യുക? കുറച്ച് സമയം വർക്ക് ചെയ്താൽ മതി, ഒരുപാട് കറണ്ട് ഉണ്ടാവും. അപ്പം ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് കേട്ടോട്ടോ. ഇനി അമ്മയും അച്ഛനൊക്കെ നിങ്ങളുടെ അടുത്ത് പറയും, കമോനെ ആ ലൈറ്റൊന്നും ഓൺ ആക്കിയിട്ടില്ലടാ, ഫാനൊന്നും ഓൺ ആക്കില്ലെന്ന് പറയാൻ എന്തിനാ? കറണ്ട് ആകാതിരിക്കാനാട്ടോ. സോ ഗുഡ്. 2.1 ഇൻറ്റു 30. ഗുഡ് ജാസിം, ഗുഡ് 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 ഗുഡ്. ഫൈൻ. സ്പീഡ് ഓർക്കിയോ? സ്പീഡ് കൂടാണോ? ഓക്കേടാ, സോറി കേട്ടോ. സ്പീഡ് ഓർക്കിയാട്ടോ ഇനി. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. റൈറ്റ് ഡൗൺ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സോളാർ കുക്കർ. സോളാർ കുക്കറിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. എന്താ അഡ്വാൻറ്റേജ്? സോളാർ കുക്കറിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താ? ഒന്ന് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. സോളാർ കുക്കറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാടാ? ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാ? സോളാർ എനർജിയാ. എന്ത് എനർജിയാ? റിന്യൂവബിൾ സോഴ്സ് ആണ്. രണ്ടാമത്തതോ അഡ്വാൻറ്റേജസ് ഓഫ് സോളാർ കുക്കർ എന്താണ്? എനർജി വേസ്റ്റേജ് ഇല്ല, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഇല്ല അല്ലേ? പൊല്യൂഷൻ ഉണ്ടോ കുക്കർ കൊണ്ട്? ഒരു പൊല്യൂഷനും ഇല്ല. സോളാർ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നു, സാധനം കുക്ക് ചെയ്യുന്നു. റെഡിയാണോ? താങ്ക് യു എവരിവൺ. ഓക്കെ, സോ പൊളി എന്നൊക്കെ പറയുന്നുണ്ടാരോ? അടിപൊളിയാക്കാം കേട്ടോ. നമുക്ക് പഠിച്ചിട്ടല്ല ടോപ്പൊക്കെ നമ്മൾ നാളെ എക്സാം എഴുതാം. ഓക്കെ, സോ റിന്യൂവബിൾ ആണ്. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഇല്ലാന്ന് എഴുതുന്നുണ്ട്, ഉണ്ടെന്ന് എഴുതാൻ പാടില്ല. സോ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഇല്ല. പിന്നെന്താണ്? ലോ കോസ്റ്റ് ആണ്. ആരോന്ന് പറഞ്ഞു ലോ കോസ്റ്റ് എന്ന്? ആരാ പറഞ്ഞു? ലെസ് സ്മോക്ക് ഉണ്ട്. റംലത്ത് കറക്റ്റാണ്. ലെസ് സ്മോക്കാണ് റംലത്ത്. ഗുഡ്. ഓക്കെ, ഫൈൻ. സോ റിന്യൂവബിൾ എനർജി സോഴ്സ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കുറവാണ്, ലോ കോസ്റ്റ് ആണ്. പിന്നെന്താ അടുത്ത ക്വസ്റ്റ്യൻ? ലിമിറ്റേഷൻസാണ് ചോദിച്ചത്. എന്താ ലിമിറ്റേഷൻ? സോളാർ കുക്കറിൻ്റെ ലിമിറ്റേഷൻ എന്താ? ഒന്ന്, നമുക്ക് രാത്രി യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? സൂര്യൻ്റെ വെളിച്ചമില്ല അല്ലേ? നമുക്ക് സൺലൈറ്റ് ഉണ്ടെങ്കിലല്ലേ സോളാർ കുക്കർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സൺലൈറ്റ് ഇല്ല, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂലടാ? അണേബിൾ ടു യൂസ് ഇൻ നൈറ്റ്. പിന്നെയോ മഴ ഉണ്ട്, നല്ല മഴ ചെയ്തുകൊണ്ടിരിക്കുക. സോളാർ കുക്കർ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല, സൺലൈറ്റ് ഇല്ല. സോ എന്താ? റെയിനി ഡേയ്സിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത പോയിന്റ് എന്താ? കുറേ ടൈം എടുക്കും, നമുക്ക് പറ്റൂല അല്ലേ? നമുക്ക് വേഗം സാധനം കിട്ടണം. അപ്പോൾ അതും കൂടെ ഒരു ലിമിറ്റേഷനാണ് ആരുടെ? സോളാർ കുക്കറിൻ്റെ. അപ്പോൾ എന്താടാ ലിമിറ്റേഷൻ? എന്താടാ? ഒന്ന്, അണേബിൾ ടു യൂസ് ഇൻ നൈറ്റ് ആൻഡ് റെയിനി ഡേയ്സ്. ഓക്കെ, അണേബിൾ ടു യൂസ് ഇൻ നൈറ്റ് ആൻഡ് റെയിനി ഡേയ്സ്. രണ്ടാമത്തതോ പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ടേക്സ് ലോങ് ടൈം. മൂന്നാമത്തതോ നമുക്ക് പൊരിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മുടെ സോളാർ കുക്കറിന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടാ? പൊരിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ എന്താക്കി? മെല്ലെ സോളാർ കുക്കറിനെ അങ്ങ് തട്ടി അല്ലേ? സോ ഫ്രൈയിങ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഇതാട്ടോ, ഫ്രൈയിങ് നോട്ട് പോസിബിൾ. ഓക്കെ, നോട്ട് പോസിബിൾ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ പറ്റൂല, ലോങ് ടൈം എടുക്കും. നമുക്ക് രാത്രിയോ അല്ലെങ്കിൽ റെയിനി ഡേയ്സിലോ എന്താ പറ്റുള്ളൂ? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? എനിക്ക് ഇഷ്ടമല്ലാത്ത വിഷയമായിരുന്നു ഫിസിക്സ്. ഇപ്പം അങ്ങനെയല്ല. താങ്ക്സ് മാം. ഗുഡ്, താങ്ക് യു സോ മച്ച്. അടിപൊളി. ഫിസിക്സ് അല്ല അടിപൊളിയാണ്. നിങ്ങൾ അടിപൊളിക്ക് വെച്ച സൂപ്പറാണ് ഫിസിക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ തിൻ കോപ്പർ വയർ ഇസ് ഫ്രീലി സസ്പെൻഡഡ് ബിറ്റ്വീൻ ദ പോൾ പീസസ് ഓഫ് എ യു ഷേപ്ഡ് മാഗ്നറ്റ്. ഒരു യു ഷേപ്ഡ് മാഗ്നറ്റ് ഉണ്ട്. അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ആരെ വെച്ചിട്ടുണ്ട്? ഒരു തിൻ കോപ്പർ വയർ വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ? വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് വാട്ട് ചേഞ്ച് വിൽ ബി ടേക്കൺ പ്ലേസ് ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ്? എന്ത് ചേഞ്ചാ വരിക? നമ്മൾ പറഞ്ഞു മോട്ടർ പ്രിൻസിപ്പിൾ അല്ലേ? എന്താ മോട്ടർ പ്രിൻസിപ്പിൾ പറയുന്നത്? വെൻ എ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഫ്രീലി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ഇറ്റ് അല്ലേ? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാടാ? എന്ത് ചേഞ്ച് ഉണ്ടാവുക? ദ കണ്ടക്ടർ വിൽ മൂവ്. റെഡി അല്ലേ? കണ്ടക്ടർ വിൽ മൂവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് ചേഞ്ച്? എന്താ റീസൺ? മോട്ടർ പ്രിൻസിപ്പിൾ
അല്ലേ? മോട്ടോർ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഒരു കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ മുകളിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. റെഡിയാണോ? റെഡിയാണോ? ആ കണ്ടക്ടറിൻ്റെ മുകളിൽ, ആ ചാലകത്തിൻ്റെ മുകളിൽ, മലയാളം പറയാം അല്ലേ, ചാലകത്തിൻ്റെ മുകളിൽ എന്ത് ഉണ്ടാവും? ഒരു ബലം എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ എന്ത് ഈ പ്രിൻസിപ്പിളാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് റൂൾ ഹെൽപ് ടു എക്സ്പ്ലെയിൻ ദിസ് ചേഞ്ച്? നമ്മൾ ഏത് റൂൾ വെച്ചിട്ടാണ് മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ചേ? ഏതാ പഠിച്ചത്? നമ്മൾ ഏത് റൂൾ വെച്ചിട്ടാണ് മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ചത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്? മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുള്ളത്. ഓർക്കുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An object is placed 20 centimeter away from the convex lens. A virtual and erect image is formed 100 centimeter away from the lens. Find out the focal length. മലയാളം പറയാവുന്നല്ലേ? പറയാലോ? ഓക്കെ. സോ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. 20 സെൻറ്റിമീറ്റർ ആണ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. എവിടെ? 100 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ ലെൻസ്. റെഡിയാണോ? റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എല്ലാവരും പറയുന്നുണ്ടല്ലോ ആൻസർ. അടിപൊളിയാട്ടോ. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു JK ഷോർട്സ് ആൻഡ് ഡോഗ്സ്. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ an object is placed 20 centimeter away from the convex lens. A virtual and erect image is formed 100 centimeter away from the lens. അപ്പോൾ ലെൻസിൻ്റെ ഒരു 100 സെൻറ്റിമീറ്റർ ഇപ്പുറത്ത് ആര് വന്നിട്ടുണ്ട്? ഇമേജ് വന്നിട്ടുണ്ട്. എന്ത് ഇമേജാ? വെർച്വൽ ഇമേജ് ആണ് അല്ലേ? അപ്പോൾ വെർച്വൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? ബിഹൈൻഡ് ദ ലെൻസ് ആണ്. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും ആര് ഫോം ചെയ്തിട്ടുണ്ടാവുക? വെർച്വൽ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. റെഡിയല്ലേ? ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഔട്ട് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ഫോക്കൽ ലെങ്ത് കാണാൻ നമുക്ക് എന്ത് ഇക്വേഷൻ ഉള്ളതാടാ? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. റെഡിയാണോ? ലെൻസാണ് അപ്പോൾ മൈനസ് ആണ് വരിക. സോ മൈനസ് 1/u. സോ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. റെഡിയാണോ? ഇമേജ് ഡിസ്റ്റൻസ് എത്രയാടാ? 100 ആണെന്നാണ് പറഞ്ഞത്. 100 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എങ്ങനെ നോക്കുക നമ്മൾ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ നമ്മൾ നോക്കുക? എവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്? എവിടെയാടാ? വെർച്വൽ ആണ്. വെർച്വൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് എവിടെയാടാ? മൈനസ് ആയിരിക്കും അല്ലേ? ലെഫ്റ്റ് സൈഡിലാണ് ആര് ഫോം ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. സോ വി വിൽ ബി നെഗറ്റീവ്. അപ്പോൾ യു എന്താടാ? യു വിൽ ബി 20 മൈനസ് ആണ്. എഗെയിൻ യു. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/-100 മൈനസ് 1/-20. റെഡിയാണോ? This is equal to okay, so 1/-100 minus 1/20. This is equal to minus 1/100 plus 1/20. ഡിനോമിനേറ്റർ സെയിം ആക്കിയാലോ? എന്താ സംഭവിക്കുക? -100. ഗുഡ്. -20. നിദാ സുബൈദ. ഗുഡ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ സെയിം ആക്കണ്ടേ? അപ്പോൾ നമ്മൾ ഇൻറ്റു 5 ചെയ്യും അല്ലേ? സോ -1 പ്ലസ് 5/100 എന്താ? 4/100 ആണ് അല്ലേ? 4/100 ആണ് അല്ലേ? -1 പ്ലസ് 5/100 4/100 ആണ്. 4/100 എന്താടാ? 1/25 ആണ് അല്ലേ? 1/25 എന്താടാ? 1/f ആണ് അല്ലേ? 1/f ആണ് 1/25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? f ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി അല്ലേ? f ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. വേറെ ആർക്കൊക്കെ കിട്ടി? 25 ആൻസർ? ആർക്കൊക്കെ കിട്ടിയോ എന്ന് പറഞ്ഞേ? f ഈസ് ഈക്വൽ ടു 25. ഫോക്കൽ ലെങ്ത് കാണാൻ പറഞ്ഞു. നമുക്ക് ഫോക്കൽ ലെങ്ത് f ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. ആർക്കൊക്കെ കട കിട്ടിയത്? എത്ര കിട്ടിയത്? 25 സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ? അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ലെൻസ്? നമുക്ക് കയ്യിൽ എന്തൊക്കെ ഉണ്ട്? ഫോക്കൽ ലെങ്ത് ഉണ്ട്, വി ഉണ്ട്, യു ഉണ്ട്. പവർ കാണാൻ എന്ത് മാത്രം മതിയടാ? ഫോക്കൽ ലെൻസ് മതി അല്ലേ? ഫോക്കൽ ലെങ്ത് മതി. എങ്ങനെ കാണാം? കിട്ടി. ആർക്കൊക്കെ കിട്ടി? യെസ്, അശ്വിന് കിട്ടി, ശ്യാമിലിന് കിട്ടി. യെസ്, ദെൻ ഇനി ഇതൊക്കെ കിട്ടിയില്ലേ? ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടും കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്താൽ മതി. ശ്രദ്ധിക്കണം. നമ്മൾ ഒപ്റ്റിക്സിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സൈൻ കൺവെൻഷനൊക്കെ ഇടുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ച് നല്ല സൂപ്പറാക്കിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുള്ളൂടാ? എക്സാം എഴുതാൻ കയറാൻ പോവുള്ളൂ കേട്ടോ. ഓക്കെ, സോ f ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. റെഡി അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? അടുത്തത് പവർ കാണാനാ. പവർ എങ്ങനെയാണ് കാണുക? പവർ ഈസ് ഈക്വൽ ടു 1/f ആടാ
അല്ലേ? പവർ ഇസ് ഈക്വൽ ടു 1/f ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/25 അല്ലേ? ഫോക്കൽ ലെങ്ത് നമുക്ക് 25 എന്ന് കിട്ടി. പവർ എത്രയാടാ? 1/25 ആണ്. സോ ആൻസർ കിട്ടി അല്ലേ? റെഡി അല്ലേ? ഓക്കെ ആണോ? റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ. സോ പവറും നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ ആണ്, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? പവർ കിട്ടി. പവർ 1/25 നിങ്ങൾ കണ്ടോ കേട്ടോ. നമുക്ക് സമയമില്ല, പെട്ടെന്ന് തീർക്കേണ്ടി. അടുത്ത കെമിസ്ട്രി ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് ഉമ്മർ സാറിൻ്റെ കേട്ടോ. അതുകൂടെ കണ്ടിട്ട് പൊളിച്ചിട്ടേ പോകാവൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് വെൻ പാസ്ഡ് ത്രൂ എ ഗ്ലാസ് പ്രിസം. ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ നമ്മൾ വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പം ആർക്കൊക്കെ ആൻസർ കിട്ടിയല്ലോ? കിട്ടി. ഗുഡ്. ക്രേസി, റംലത്ത്, സിദ്ദീഖ്. നമ്മൾ 8 മണി ഒരു 8:10 എത്ര വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഷാമില, ജാസിം. ജാസിം അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു തുടങ്ങി. വാവ്. സോ അശ്വിൻ ഒക്കെ ആൻസർ കിട്ടി. ഗുഡ്, വെരി ഗുഡ്. സോ ക്വസ്റ്റ്യൻ എന്താ? വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് വെൻ പാസ്ഡ് ത്രൂ എ ഗ്ലാസ് പ്രിസം. ഏതാ ഫിനോമിന? ലൈറ്റ് എന്ത് ചെയ്യാടാ? പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? പുറത്തെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കളർ സ്പ്ലിറ്റ് ചെയ്യുക. ഏതാ ഫിനോമിന? ഡിസ്പേർഷൻ ആണ് അല്ലേ? ഡിസ്പേർഷൻ ആണ്. ഓർമ്മയില്ലേ? പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടത്തി വിടുന്നു. ഗുഡ്. ക്രേസി, നിത, എല്ലാവരും പറയുന്നുണ്ട് ആൻസർ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. സോ ദെൻ നെയിം ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ്. ഏതാ പ്രോസസ്സ്? ഡിസ്പേർഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റീഡ് ദ റീസൺസ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് സ്പ്ലിറ്റിംഗ്. എന്താടാ റീസൺ ഫോർ സ്പ്ലിറ്റിംഗ്? 10th കഴിഞ്ഞാലും മറക്കില്ല എന്നോ? എൻ്റെ അമ്മേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഗീവ് ദ റീസൺ ഫോർ ദ ടൈപ്പ് ഓഫ് സ്പ്ലിറ്റിംഗ്. എന്താ റീസൺ? എന്താ ഡിസ്പേർഷൻ്റെ കാരണം? എന്താടാ? പാസ്സാവാൻ എന്താ വഴിയെന്നോ? പഠിച്ചാൽ മതി, വേറെ വഴിയൊന്നുമില്ല പാസ്സാവാൻ. പഠിക്കാന്നെങ്കിലും പാസ്സാവാൻ പറ്റും. എക്സാമിന് മാർക്കില്ലെങ്കിൽ പാസ്സാവാൻ പറ്റില്ല കേട്ടോ. സോ കുറച്ചിരുന്ന് പഠിച്ചാൽ മതി. പാസ്സായാൽ പോരെ, അപ്പോൾ കുറച്ചൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, സോ ഗീവ് ദ റീസൺ ഫോർ ദ സ്പ്ലിറ്റിംഗ്. എന്ത് കാരണമാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്? നമ്മൾ പ്രിസത്തിൽ ആഡ് ചെയ്യാണ്, കളർ വരികയാണ്. ഓക്കെ, വൈറ്റ് ലൈറ്റ് വരികയാണ്. എന്താ സംഭവിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മുകളിൽ ആര് കിടക്കും? റെഡ് കിടക്കും. താഴെ ആര് കിടക്കും? വയലറ്റ് കിടക്കും. കാരണം എന്താ? വേവ് ലെങ്ത്തിലെ ഡിഫറൻസാ അല്ലേ? വേവ് ലെങ്ത്തിലെ ഡിഫറൻസാ. വെരി ഗുഡ് ജാസിം, വേവ് ലെങ്ത്തിലെ ഡിഫറൻസ് ആണ് കേട്ടോ. സോ ഡിഫറൻസ് ഇൻ ദ വേവ് ലെങ്ത്. ടീച്ചർ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എക്സാം അല്ലേ കയറുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. ഒന്നും മറന്നു പോകില്ല. നിങ്ങളൊന്ന് കണക്ഷൻ വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മറന്നു പോകില്ല. നിങ്ങൾ വെറുതെ വിചാരിക്കാൻ മറന്നു പോകുന്നു. ഒക്കെ സെറ്റാവും. പേടിക്കാതെ എക്സാം എഴുതാൻ പോവാട്ടോ എല്ലാവരും. ഓക്കെ, അതിനല്ലേ നമ്മളൊക്കെ ഇവിടെ ഉള്ളത്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കി ഇവിടെ പോവാം. ഓക്കെ, സോ ഗീവ് ദ റീസൺ ഫോർ ദ ടൈപ്പ് ഓഫ് സ്പ്ലിറ്റിംഗ്. ഏതാ? ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് അല്ലേ? ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ ദ ഡയഗ്രാം ഫോർ റീകമ്പൈനിങ് ദീസ് കളേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രിസം. അല്ലേ? പ്രിസം ഈ കളേഴ്സ്, ഈ നമ്മൾ ഒരു പ്രിസം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സിനെ റീകമ്പൈൻ ചെയ്യുന്ന ഫിഗർ വരയ്ക്കാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഓർമ്മയുണ്ടോ? ഫിഗർ ഏതാ? നമുക്ക് വരച്ചു നോക്കാം. പ്രിസം വെച്ചു, ഒരു പ്രിസം വെച്ചു, വൈറ്റ് ലൈറ്റ് പാസ് ചെയ്തു. അപ്പോൾ പ്രിസം വെച്ചിട്ട് വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്താടാ? റിഫ്രാക്ഷൻ നടക്കും അല്ലേ? റിഫ്രാക്ഷൻ അല്ല, ഡിസ്പേർഷൻ നടക്കും. സോ ഹിയർ ഈസ് വയലറ്റ്, ഹിയർ ഈസ് റെഡ്. ഓക്കെ, സോ വയലറ്റും എന്തുണ്ട്? റെഡും ഉണ്ട് അല്ലേ? അപ്പോൾ ഡിസ്പേർഷൻ നടന്നു. സോ ഡിസ്പേർഷൻ നടക്കുന്നത് റീകമ്പൈൻ ചെയ്യൽ എങ്ങനെയാ? നമ്മൾ ഈ പ്രിസത്തിനെ നേരെ തിരിച്ചു വെച്ചാൽ മതി അല്ലേ? പ്രിസത്തിനെ നേരെ തിരിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ വരുന്ന ലൈറ്റ് എന്ത് ചെയ്യടാ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അവസാനം റീകമ്പൈൻ ചെയ്തിട്ട് വൈറ്റ് ലൈറ്റ് ആയിട്ടാണ് പുറത്തേക്ക് പോവുക അല്ലേ? ഇതല്ല നമ്മുടെ ഡിസ്പേർഷൻ്റെ പ്രിൻസിപ്പിൾ അല്ലേ? ഡിസ്പേർഷൻ്റെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? റീകോമ്പിനേഷൻ ആണ്. റീകോമ്പിനേഷൻ എങ്ങനെയാണ് വരിക? നമ്മൾ പ്രിസം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ റീകോമ്പിനേഷനും വരും. റെഡിയാണോ? ഓക്കെ ആണോ? സെറ്റാണോ? പ്ലേസ് എ പ്രിസം ഇൻ അപ്സൈഡ് ഡൗൺ. ഗുഡ്, ജാസിം കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, ഫൈൻ. സോ ഇതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് പോകാം കേട്ടോ. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞു സെറ്റ്. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, അതും കൂടി ചെയ്തിട്ട് നമുക്ക് പോകാം. സോ ദർ ആർ 10,000 ടേൺസ് ഇൻ എ ട്രാൻസ്ഫോമർ. വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഈസ് 240 വോൾട്ട് ആൻഡ് കറണ്ട് ഈസ് 0.2 ആംപിയർ. The transformer is wound so as to get a current 0.4 ampere in the secondary. Question എന്താ പറഞ്ഞത്? 10,000 ടേൺസ് ഉണ്ട് എന്തിൽ? 10,000 ടേൺസ് ഉണ്ട് എന്തിൽ? പ്രൈമറിയിൽ. സോ എൻ പി ഈസ് ഈക്വൽ ടു 10,000 അല്ലേ? എൻ പി ഈസ് ഈക്വൽ ടു 10,000. പിന്നെന്താ തന്നിട്ടുള്ളത്? വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഈസ് 240. സോ വി പി ഈസ് ഈക്വൽ ടു 240. പിന്നെയും തന്നിട്ടുണ്ട് കറണ്ട് 0.2. എവിടുത്തെ കറണ്ടാ?
പ്രൈമറിയിലെ കറണ്ടാ 0.2 ആംപിയർ. ക്വസ്റ്റ്യൻ എന്താ? ട്രാൻസ്ഫോമർ ഈസ് വൗണ്ട് സോ ആസ് ടു ഗെറ്റ് എ കറണ്ട് 0.4 ആംപിയർ ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിൽ 0.4 ആംപിയർ ആണ്. അപ്പോൾ എന്താണ്? IS ഈക്വൽ ടു 0.4 ആണ്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ കിട്ടി, ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെടുത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെടുത്ത് എഴുതാം. നമുക്ക് സമയം കുറവാട്ടോ, ഈ ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് പോവേ. ഓക്കെ ഫൈൻ. എൻ്റെ നെയിം നിഹാല്, ഞാൻ ഇന്നും കളിക്കാൻ പോകുന്നുണ്ട് എന്ന് വിചാരിക്കും നാളെ മുതൽ നിർത്താമെന്ന്, പക്ഷേ പറ്റുന്നില്ല. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? കളിക്കാൻ പോണതിന് കുഴപ്പമില്ലടാ, കുറച്ച് സമയം കളിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, കളിക്കാൻ പോണതിനൊന്നും ഒരു കുഴപ്പമില്ല. കളിക്കണം, കളി വേണം, പഠിത്തം വേണം, എല്ലാം വേണം. കളിക്കാൻ പോണതിന് ഒരു കുഴപ്പമില്ല, പക്ഷേ ടൈം ലിമിറ്റ് വെക്കണം. 1 മണിക്കൂറൊക്കെ കളിക്കാം കേട്ടോ, ഒരുവിധം അധികമൊന്നും കളിക്കാൻ പാടില്ല. ഓക്കെ, സോ NP ഈക്വൽ ടു 10,000, VP ഈക്വൽ ടു 240, IP ഈക്വൽ ടു 0.2, IS ഈക്വൽ ടു 0.4. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? എന്ത് ട്രാൻസ്ഫോമറാ? നമ്മളെങ്ങനെയാണ് കാണുക? ട്രാൻസ്ഫോമർ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് അറിയണ്ടേ? അപ്പോൾ അത് കാണണം. എന്താ ഇക്വേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ആകെ ആലോചിക്കേണ്ട ട്രാൻസ്ഫോമറിൽ ആകെ ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ഇക്വേഷൻ ഏതാടാ? VP/IP is equal to VS/IS അല്ലേ? VP/IP is equal to VS into IS. അപ്പോൾ VP/IP equal to VS into IS ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ട്? നമുക്ക് VP ഉണ്ട്, IP ഉണ്ട്, VS ഉണ്ടോ? ഇല്ല. IS ഉണ്ടോ? അതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? VP എഴുതാം 240 ഇൻറ്റു IP എത്ര? 0.2. ദാറ്റ് ഈസ് ഈക്വൽ ടു VS എത്രയാ? തന്നിട്ടില്ല. IS എത്രയാ? 0.4. അപ്പോൾ നമുക്ക് VS കാണാലോ. VS is equal to 240 into 0.2 by 0.4 അല്ലേ? 240 into 0.2 by 0.4 റെഡിയാണോ? അപ്പോൾ നമുക്ക് VS കിട്ടി. VS കാൽക്കുലേറ്റ് ചെയ്തോ? 0.2 0.4 കട്ട് ചെയ്തു 1/2. ആൻസർ എത്രയാണ്? 120 വോൾട്ട് ആണ്. അപ്പോൾ നോക്കിക്കോ, എന്ത് ട്രാൻസ്ഫോമറാ? VPയിൽ 240 ആണ്, VSയിൽ 120 ആണ്. എന്ത് ട്രാൻസ്ഫോമറാ? സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? ഏതാ? സ്റ്റെപ്പ് അപ്പ് ആണ്. കെമിസ്ട്രി ഇപ്പോൾ തുടങ്ങും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അപ്പോൾ കെമിസ്ട്രി തുടങ്ങും. ഓക്കെ, സോ IS ഈക്വൽ ടു എന്താ? സോറി, നമുക്ക് VS എത്ര കിട്ടി? 120 ആണ് കിട്ടി അല്ലേ? 120 നമുക്ക് VS കിട്ടിയത്. VP എന്താണ്? 240 ആണ്. അപ്പോൾ VSയിൽ വോൾട്ടേജ് കുറവാണ്. അപ്പോൾ എന്ത് ട്രാൻസ്ഫോമറാ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഫൈൻ. അപ്പോൾ ട്രാൻസ്ഫോമർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സെക്കൻഡറി വോൾട്ടേജ്? കണ്ടു നമ്മൾ, സെക്കൻഡറി വോൾട്ടേജ് കണ്ടില്ലേ? ഓൾസോ ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് കാണണം. നമ്പർ ഓഫ് ടേൺസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? NS/NP ഈസ് ഈക്വൽ ടു VS/VP. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? NP ഉണ്ട്, VS ഉണ്ട്, VP ഉണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ആര് കിട്ടും? NS കിട്ടും അല്ലേ? NS കിട്ടും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, നമുക്ക് സമയമില്ല കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം ഔട്ട്പുട്ട് പവർ ദാറ്റ് റിസീവ്ഡ് ഫ്രം ദിസ് ട്രാൻസ്ഫോമർ? ഒരു ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഔട്ട്പുട്ട് പവർ ഇത് ഉറപ്പായി എക്സാമിന് വരും. ട്രാൻസ്ഫോമർ വെച്ചൊരു ക്വസ്റ്റ്യൻ നിർബന്ധമാണ് കേട്ടോ, അതെന്തായാലും പഠിക്കണം. എന്താ ആദ്യം പഠിക്കേണ്ടത്? VP/IP ഈക്വൽ ടു VS/IS അതാദ്യം പഠിക്കുക. പിന്നെ NS/NP ഈക്വൽ ടു VS/VP അതും കൂടി പഠിച്ചാൽ മതി. 2 ഇക്വേഷൻ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട കേട്ടോ. ഓക്കെ, സോ NS/NP ഈസ് ഈക്വൽ ടു VS/VP. റെഡിയാണോ? അത് വെച്ച് നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കാണാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ മാക്സിമം ഔട്ട്പുട്ട് പവർ ദാറ്റ് റിസീവ്ഡ് ഫ്രം ദിസ് ട്രാൻസ്ഫോമർ? ഔട്ട്പുട്ട് പവർ എങ്ങനെയാണ് കാണുക? പവർ ഈസ് ഈക്വൽ ടു VI എന്നുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലേ? പവർ ഈസ് ഈക്വൽ ടു VI. അപ്പോൾ പവർ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. എന്താ നമ്മുടെ ഇവിടുത്തെ വോൾട്ടേജ്? നമ്മൾ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് പറയാം? ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആണെന്ന് പറയാം അല്ലേ? എഫിഷ്യൻസി ഈക്വൽ ആണെങ്കിൽ ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്നാണ് നമ്മൾ പറയുക. സോ പവർ ഈസ് ഈക്വൽ ടു VI. അപ്പോൾ പവർ വോൾട്ടേജ് എത്രയാണ്? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? VP 240 ഉണ്ട്, IP 0.2 ഉണ്ട്. വെച്ച് ചെയ്താൽ മതി. ഔട്ട്പുട്ടിലും സെയിം ചെയ്താൽ മതി. 120 ഇൻറ്റു 0.4 ചെയ്താലും സെയിം ആൻസർ കിട്ടും. അപ്പോൾ പവർ കാണാനും പഠിച്ചില്ലേ? മാമിൻ്റെ നെയിം എന്താ? എൻ്റെ പേര് ഐദ. ഓക്കെ, ഐദ എന്നാണ് എൻ്റെ പേര് കേട്ടോ. സോ അടിപൊളിയായിട്ട് പഠിച്ചില്ല ഇതുവരെയുള്ളതൊക്കെ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ വി ഹാവ് സ്റ്റഡീഡ് ഓൾമോസ്റ്റ് എവറി ടോപ്പിക് ഇൻ ദ ഫിസിക്സ്. അപ്പോൾ നാളെ ഫിസിക്സ് അടിച്ച് പൊളിച്ച് അടിപൊളിയായി എക്സാം ചെയ്തേക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ കെമിസ്ട്രി ക്ലാസ് വരുന്നുണ്ട്. ആരും ഇവിടുന്ന് പോകണ്ട. ഉമ്മർ സാറിൻ്റെ കെമിസ്ട്രി ക്ലാസ് ആയിരിക്കും, നല്ല അടിപൊളി ക്ലാസ് ആയിരിക്കും. ഇതുപോലെ തന്നെ എനർജിയിൽ ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ബൈ. സീ യു.